ശ്രീ ഗുരു ശ്രീയുതപാദം ശ്രീ ഗുരു വൈഷവംശ ശ്രീ രൂപം സകൃജാതം സഹനരുതാപാലിതം തംസദൈവം സാദ്വൈതം സാപദൂതം പരിജനസഹിതം വിഷ്ണു എന്നദൈവം ശ്രീരാധാകൃഷ്ണപദാൻ സഹഗണലളിതാ ശ്രീവിശാഖാൻ നമോ ഓം വിശ്വപാദായ കൃഷ്ണപ്രേഷ്ഠായ ബോധനേ ദേവതായ നാമനെ നമ ആചാര്യപദായ നിതായ ധ്രുവപ്രദായ ഗൗരഗതായ നഗരഗ്രാമ വേദാന്ത गौरवान्वित विशेष पाशादिदेशतारिणी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण ഓ ഇന്ന് ആകപ്പാടെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ജന്മാഷ്ടമിക്ക് എല്ലാവർക്കും അവരവരുടെ വീട്ടുകളിലൊക്കെ അടുത്തൊക്കെ പ്രോഗ്രാം ഉണ്ടായിരിക്കും, അതായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, എന്തായാലും ഗോപാൽപൂർ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇന്നത്തെ രാവിലത്തെ പ്രോഗ്രാമിന്. അതായത് പ്രഭാത് ഒരു പ്രഭാഷണത്തിന് ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരുപാട് പേരെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഒരു 10,000 പേരെ ഇൻവൈറ്റ് ചെയ്തു. അതിനുള്ള കസേരയൊക്കെ ഇട്ട് വലിയൊരു പ്രോഗ്രാം ആയിരുന്നു. ഹാളൊക്കെ ബുക്ക് ചെയ്തിട്ട് കസേരകൾ കംപ്ലീറ്റ് ഇട്ടിട്ട് ഒരു പ്രോഗ്രാം ആയിരുന്നു. പക്ഷേ പ്രഭാത് വന്ന ദിവസം വേറെ എന്തോ പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ടോ എന്തോ കാരണം കൊണ്ടോ ആകെ 5 പേര് മാത്രമുണ്ട് പ്രഭാതരും. അപ്പോ അവിടെയുള്ള സംഘാടകർ പറഞ്ഞു, പ്രഭാത് സോറി പ്രഭാത്, ക്ഷമിക്കണം, ഞങ്ങൾ ഒരുപാട് എഫർട്ട് ഇട്ടു, പക്ഷേ എന്തോ കാരണം കൊണ്ട് വന്നില്ല. അപ്പോ അതുപോലെയാണ് ഇപ്പോ കാണുന്നത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ പ്രഭാത് അപ്പൊ അതിന് മറുപടി പറഞ്ഞു, കുഴപ്പമില്ല, ഇത് 33 മുക്കോടി ദേവീദേവന്മാരുണ്ട്. അപ്പോ അങ്ങനെ ഈ കസേരകൾ എല്ലാവരും 33 മുക്കോടി ദേവീദേവന്മാരുടെ സാന്നിധ്യം ഉണ്ട്. ഞാൻ കണ്ടു, നാരദമുനിയെ ഞാൻ നേരിട്ട് കണ്ടു, മനസ്സിലായില്ലേ? അപ്പൊ പ്രഭാത് അത്രയും ശ്രേഷ്ഠമായിരുന്നു. ഞാൻ അത്രയും ശ്രേഷ്ഠമൊന്നുമല്ല, പക്ഷെ എവിടെയെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് തുടങ്ങാം. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 17ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകമാണ്. പതിനേഴാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകം. ശാസ്ത്ര വിധിമുത്സ്യ യജന്തേ ശ്രദ്ധയാന്വിതാ തേഷാം നിഷ്ഠാ തു കാ കൃഷ്ണ സത്വമഹോ രജസ്തമാ. ശാസ്ത്ര വിധിമുത്സ്യ യജന്തേ ശ്രദ്ധയാന്വിതാ തേഷാം നിഷ്ഠാ തു കാ കൃഷ്ണ സത്വമഹോ രജസ്തമാ. ശാസ്ത്ര വിധിമുത്സ്യ യജന്തേ ശ്രദ്ധയാന്വിതാ തേഷാം നിഷ്ഠാ തു കാ കൃഷ്ണ സത്വമഹോ രജസ്തമാ. ശാസ്ത്ര വിധിമുത്സ്യ യജന്തേ ശ്രദ്ധയാന്വിതാ തേഷാം നിഷ്ഠാ തു കാ കൃഷ്ണ സത്വമഹോ രജസ്തമാ. അപ്പോ ഈ ഒരു ശ്ലോകത്തില് അർജുനൻ ചോദിക്കുകയാണ് കൃഷ്ണനോട്. അർജുനൻ ചോദിച്ചു, അല്ലയോ കൃഷ്ണ, ശാസ്ത്രവിധികളെ ഒന്നും പിന്തുടരാതെ തങ്ങളുടെ സ്വന്തം ഭാവനയനുസരിച്ച് ആരാധന ചെയ്യുന്നവരുടെ സ്ഥിതി എന്താണ്? സത്യരജസ്തമോ ഗുണങ്ങളിൽ ഏതാണ് അവരിൽ കാണുന്നത്? ഓക്കെ, ഇതാണ് അതിന്റെ മീനിങ്. നമുക്കൊരു പദമായിട്ടുള്ള കാര്യം നോക്കാം. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, കൃഷ്ണ, ഹേ കൃഷ്ണ, ഏതവൻ ശാസ്ത്രവിധിയെ ഉത്സ്യജ്യ ഉപേക്ഷിച്ചിട്ട് തു എന്നാൽ ശ്രദ്ധയാന്വിത വിശ്വാസത്തോടു കൂടിയവരായി യജന്തേ യജിക്കുന്നു തേഷാം അവരുടെ നിഷ്ഠ ക എന്താണ്
ത്വം സത്വമോ, രജ രജസോ, അഹോ അഥവാ തമസോ. ഓക്കെ, അപ്പോ ആരെങ്കിലും വായിക്കാനുള്ളവർ വായിച്ചോളൂ ശ്ലോകം. അർജുന ഉവാച യേ ശാസ്ത്രവിധിമുത്സ്യജ ത്യജന്തെ ശ്രദ്ധയാന്വിതാ തേഷാം നിഷ്ഠാ തു കാ കൃഷ്ണ സത്വരജോതമസ്തു. അർജുന ഉവാച യേ ശാസ്ത്രവിധിമുത്സ്യജ ത്യജന്തെ ശ്രദ്ധയാന്വിതാ തേഷാം നിഷ്ഠാ തു കാ കൃഷ്ണ സത്വരജോമഹസ്തമഃ. അർജുന ഉവാച യേ ശാസ്ത്രവിധിമുത്സ്യജ ത്യജന്തെ ശ്രദ്ധയാന്വിതാഃ തേഷാം നിഷ്ഠാ തു കാ കൃഷ്ണ സത്വമഹോ രജസ്തമഃ. ഹരേ കൃഷ്ണ. അപ്പോ ഭാവാർത്ഥ ആരെങ്കിലും ഒന്ന് വായിക്കും. ഹരേ കൃഷ്ണ. അർജുനൻ ചോദിച്ചു, ശാസ്ത്രവിധികളെ ഒന്നും പിന്തുടരാതെ തങ്ങളുടെ സ്വന്തം ഭാവനയനുസരിച്ച് ആരാധന ചെയ്യുന്നവരുടെ സ്ഥിതി എന്താണ്? സത്വരജസ്തമോ ഗുണങ്ങളിൽ ഏതാണ് അവർ കാണുന്നത്? ഭാവാർത്ഥം ഒന്ന് വായിക്കറിയാം. പൂർണ്ണ വിശ്വാസത്തോടെ ഏതെങ്കിലും ഒരു ആരാധനാക്രമം അനുസരിച്ച് പോരുന്നവർ ജ്ഞാനിയുടെ നിലയിലേക്ക് ഉയരുകയും ക്രമേണ ശാന്തിയുടെയും ക്ഷേമത്തിന്റെയും പരിപൂർണതയിലെത്തുകയും ചെയ്യുമെന്ന് 4-ാം അധ്യായത്തിൽ 19-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 16-ാം അധ്യായത്തിലാകട്ടെ വേദശാസ്ത്ര വിഹിതങ്ങളായ പ്രമാണങ്ങളെ പിന്തുടരാത്തവനെ അസുരനെന്നും വേദപ്രമാണങ്ങൾ വിശ്വാസത്തോടെ അനുസരിക്കുന്നവനെ ദേവനെന്നും പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ശാസ്ത്രോക്തങ്ങളല്ലാത്ത ചില നിബന്ധനകളെ സശ്രദ്ധം അനുസരിക്കുന്നവരുടെ നില എന്താണ്? കൃഷ്ണന് അർജുനന്റെ ഈ സംശയം തീർക്കേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യനെ ഈശ്വരഭാവേനെ സങ്കല്പിച്ച് വിശ്വസിച്ചു പോരുന്നവരിൽ സത്വഗുണമോ രജസോ തമസോ ഏതാണ് മുന്നിട്ട് നിൽക്കുന്നത്? അവർക്ക് ജീവിതത്തിൽ പരിപൂർണത നേടാൻ കഴിയുമോ? യഥാർത്ഥ ജ്ഞാനികളായി പരക്ഷണതയിൽ എത്താനാവുന്നു. വേദശാസ്ത്ര നിയമങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിലും ഏതെങ്കിലും ഒന്നിൽ വിശ്വാസമുറപ്പിച്ച് ഈശ്വരന്മാരെയോ മനുഷ്യരെയോ ദേവന്മാരെയോ ഉപാസിച്ചു പോന്നവരുടെ പ്രയത്നത്തിന് താല്പര്യമുണ്ടോ എന്നിങ്ങനെ അർജുനൻ ചോദിക്കുന്നു. ഹരേ കൃഷ്ണ. ഇതൊരു അർജുനന്റെ ഒരു സംശയമാണ്. അപ്പൊ ഇത് ഭഗവാന് തീർത്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? ആരെന്ത് ചോദിച്ചാലും നമ്മുടെ ഭഗവാനാണെങ്കിലും അല്ലെങ്കിൽ ഗുരുക്കന്മാരാണെങ്കിലും അത് അവർക്ക് അറിയില്ലെങ്കിൽ അവരോടെങ്കിലും ചോദിച്ച് അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ശരിയല്ലേ? അപ്പോ അവിടെ അപ്പൊ ഭഗവാൻ ഇതിന് ആൻസർ കൊടുത്തേ പറ്റും അല്ലെ? അപ്പൊ നമുക്കിത് ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പല സ്ഥലത്ത് ഇതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് വിശകലനം ചെയ്യാം എന്താ അങ്ങനെ എന്നുള്ളത്. അപ്പൊ ഇതിനകത്തൊരു ശാസ്ത്രവിധിമുത്സ്യജ യജന്തെ ശ്രദ്ധയാന്വിത. ശ്രദ്ധ എന്നുള്ളൊരു പദം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതിനകത്ത് ശ്രദ്ധയാന്വിത, ശ്രദ്ധയോടുകൂടി. മനസ്സിലായില്ലേ? ശ്രദ്ധയോടുകൂടി ആരെന്ത് ചെയ്യുന്നു അത് ഭഗവാൻ അതിനുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോ ഇതിന് തന്നെ പറയുന്നുണ്ടാണ് 39-ാം ശ്ലോകത്തിൽ പറഞ്ഞത്. ഇതിനകത്ത് ശരിക്കുള്ള ചോദ്യം 16-ാം അധ്യായത്തിലെ വേദശാസ്ത്ര കാലശക്തിയുടെയും സമാധാനം പൂർണ്ണമായി എത്തുകയും ചെയ്യും. 4-ാം അധ്യായത്തിലെ 39-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 16-ാം അധ്യായത്തിലാകട്ടെ അതെന്താ പറഞ്ഞിരിക്കണേ? പൂർണ്ണ വിശ്വാസത്തോടെ ഏതെങ്കിലും ഒരു ആരാധനാക്രമം അനുസരിച്ച് പോരുന്നവർ ജ്ഞാനിയുടെ നിലയിലേക്ക് ഉയരുകയും ക്രമേണ ശാന്തിയുടെയും ക്ഷേമത്തിന്റെയും പരിപൂർണതയിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് 4-ാം അധ്യായത്തിൽ 39-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ അതുപോലെ തന്നെ 16-ാം അധ്യായത്തിൽ എന്താ പറയണേ? 16-ാം അധ്യായത്തിലാകട്ടെ വേദശാസ്ത്ര വിധങ്ങളായ പ്രമാണങ്ങളെ പിന്തുടരാത്തവരെ അസുരനെന്നും
വേദപ്രമാണങ്ങൾ വിശ്വാസത്തോടെ അനുസരിക്കുന്നവനെ ദേവനെന്ന് പ്രഖ്യാപിക്കുന്നു. 2 കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രോക്തങ്ങളല്ലാത്ത നിബന്ധനകളെ സശ്രദ്ധം അനുസരിക്കുന്നവരുടെ, സശ്രദ്ധം അവിടെയും സശ്രദ്ധം വന്നിട്ടുണ്ട്, സശ്രദ്ധം അനുസരിക്കുന്നവരുടെ നില എന്താണ്? കൃഷ്ണനെ അർജുനന്റെ ഈ സംശയം തീർക്കേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യനെ ഈശ്വരഭാവനെ സങ്കല്പിച്ച് വിശ്വസിച്ചു പോരുന്നവരിൽ സത്വഗുണമോ രജസ്തമോ ഗുണമോ ഏതാണ് മുന്നിട്ട് നിൽക്കുന്നത്? അവർക്ക് ജീവിതത്തിൽ പരിപൂർണ്ണ നേടാൻ കഴിയുമോ? യഥാർത്ഥ ജ്ഞാനികളായ പരമോന്നതയിലെത്താനാവുമോ? വേദശാസ്ത്ര നിയമങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിലും ഏതെങ്കിലും ഒന്നിൽ വിശ്വാസം ഉറപ്പിച്ച് ഈശ്വരന്മാരെയോ മനുഷ്യരെയോ ദേവന്മാരെയോ ഉപാസിച്ചു പോകുന്നവരുടെ പ്രയത്നത്തിന് സാഫല്യമുണ്ടോ എന്നിങ്ങനെ അർജുനൻ ചോദിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം ഭഗവാൻ പറഞ്ഞിരിക്കുന്ന, ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ 34-ാം അധ്യായത്തിലെ 39-ാം ശ്ലോകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. 4-ാം അധ്യായത്തിലെ 39-ാം ശ്ലോകം. ചില പ്രഭുപാദർ അത് കോട്ട് ചെയ്തിട്ടുണ്ട്. 4-ാം അധ്യായത്തിലെ 39-ാം ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തൽപരാ സംയതേന്ദ്രിയ ജ്ഞാനാം ലബ്ധോ പരാം ശാന്തി അജിരേണാദി ഗച്ഛതി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ പറഞ്ഞേ? ഇന്ദ്രിയ സംയമനം ചെയ്തവനും ദിവ്യജ്ഞാനത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചവനും ശ്രദ്ധായുക്തമായ ഒരു വ്യക്തി ആ ജ്ഞാനത്തിന് അർഹം തന്നെയാണ്. മനസ്സിലായി? ഇവിടെ പറഞ്ഞത് എന്താണ്? ഇന്ദ്രിയ സംയമനം ചെയ്തവൻ. ഇന്ദ്രിയ സംയമനം എന്താണ്? ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്തവൻ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്യിപ്പിച്ച് വച്ചിരിക്കുന്ന ആൾക്കാർ. സംയമനം അല്ലെ, അതിനല്ല ഉദ്ദേശിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്തിരിക്കുന്ന ആൾക്കാര്. ഇന്ദ്രിയ സംയമനം ചെയ്തവൻ, ദിവ്യജ്ഞാനത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചവൻ. ദിവ്യജ്ഞാനം എന്താണ്? എന്താണ് ദിവ്യജ്ഞാനം? ഭഗവത്ഗീതയിലുള്ള ദിവ്യജ്ഞാനം എന്താണ്? ഭഗവത്ഗീതയിലെ ഏറ്റവും വലിയ ദിവ്യജ്ഞാനം എന്താണ്? സർവധർമാൻ പരിത്യജ്യ. പിന്നെ ഏറ്റവും ദിവ്യമായ ജ്ഞാനം യഥാ ധർമ്മസ്യ. ഓക്കെ, പിന്നെ മന്മനോ ഓം ഭക്ത നമസ്കാരം അല്ലെ. പിന്നെ വേറെ അനന്യചിന്തോമ ഏജന പരിഭാസത തേഷാം നിഷ്ഠാഭിപ്രാണ് യോഗക്ഷേമമാക്കണം. പിന്നെന്താ? ഏറ്റവും ദിവ്യമായ ജ്ഞാനം എന്ന് പറയുന്നത് ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. അവിടെ നിന്നാണ് തുടക്കം. 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അല്ലെ. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. ഈ ശരീരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ ആത്മാവിന് മാറ്റമില്ല. ഇത് 2-ാം അധ്യായത്തിൽ ഏകദേശം ഒരു 22-ാമത്തെ അധ്യായത്തിൽ ഒരു 18-20-ഓളം ശ്ലോകത്തിൽ ഭഗവാൻ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്മേലാണ് പിന്നീട് ബാക്കിയെല്ലാം വന്നിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഈ ഒരു ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അവന് മനസ്സിലാവും ഈ ജന്മം ഇതൊരു ജന്മം മാത്രമല്ല എനിക്കുള്ളത്, എനിക്ക് ഇനിയും അനേക കോടി ജന്മങ്ങളുണ്ട് എന്നുള്ള കാര്യം അവൻ ഈ ശാസ്ത്രവിധികളെല്ലാം മനസ്സിലാക്കുമല്ലോ. അപ്പൊ 84 ലക്ഷം ജീവജാലങ്ങളാണ് ഭൂമിയിലുള്ളത്. 84 ലക്ഷം ജീവജാലങ്ങൾ അല്ലെ. ഇതിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് എവിടെയോ ഒരു ഗുരുവിന്റെ ഒരു സാന്നിധ്യം കൊണ്ട് നമുക്ക് ഈ ഭഗവത്ഗീത ജ്ഞാനം നമുക്ക് കിട്ടാനൊരു ഇട വന്നു അല്ലെ. ഇത് ഇല്ല എങ്കിൽ എന്താ അവസ്ഥ? എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഈ ജ്ഞാനം, ദിവ്യമായി ജ്ഞാനം നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സൈക്കിളില്ലേ, സൈക്കിൾ എങ്ങനെയാണ്? സൈക്കിളിലെ പൽചക്രം ഇല്ലേ, പൽചക്രം ഒരു സ്ഥലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര ചക്രം എത്ര പല്ലുണ്ട് എന്ന് നമ്മളാരും എണ്ണീട്ടില്ല ഉണ്ടോ? പക്ഷേ ഭഗവാൻ വ്യക്തമായ കണക്കുണ്ട്. 84 ലക്ഷം. ഇതില് ശാസ്ത്രജ്ഞന്മാര് ഇതിനകത്ത് 84 ലക്ഷം പോയിട്ട് അതിന്റെ 3/4 ഭാഗം പോലും കണ്ടെത്തിയിട്ടില്ല. ഇപ്പോഴും ഒരുപാട് ബാക്കി കിടക്കുകയാണ് കണ്ടെത്താനായിട്ട്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഭഗവാന്റെ കണക്കിൽ ഒരെണ്ണം അങ്ങോട്ടും പോയിട്ടില്ല, ഒരെണ്ണം ഇങ്ങോട്ടും പോയിട്ടില്ല. കറക്റ്റാണ് ഭഗവാൻ പറയുന്ന കാര്യം. അതാണ് ശാസ്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക്. അപ്പോ ഈ 84 ലക്ഷം ഓരോ പല്ലിലും ഈ ചക്രം ഇങ്ങനെ വരുന്നതനുസരിച്ചിട്ട് നമ്മളും ഇതുപോലെ പല്ലി, പൂച്ച, പുഴു, പട്ടിക്ക് ഇപ്പോഴും കൃമി, പഴുതാര രീതിയിൽ ഇങ്ങനെ 84 ലക്ഷത്തിലേക്ക് നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ ഒരു ജ്ഞാനം, ഈ ഞാൻ ശരീരമല്ല. അപ്പൊ നമ്മുടെ ശരീരത്തിന് നമുക്ക് ഈ ശരീരത്തിൽ നമുക്ക് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴത്തെ ഈ ആത്മാവിന്റെയും നമ്മൾ വേറൊരു ശരീരത്തിലേക്ക് മാറ്റപ്പെടും അല്ലെ. ഇതാണ് ജനനവും മരണവും എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? ഇതാരാ പറഞ്ഞേക്കുന്നത്? സാധാരണ ആൾക്കാർ പറഞ്ഞേക്കണോ? അല്ല ഈ നായനാരോ അല്ലെങ്കിൽ പിണറായി വിജയനോ പോലെയുള്ള ആൾക്കാർ പറഞ്ഞേക്കണോ? ഇത് സാക്ഷാൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇത് അംഗീകരിച്ചില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതിനകത്ത് 16-ാമത്തെ അധ്യായത്തില് 22-ല് എന്താ പറയുന്നത്? 23-24 എന്താ പറയുന്നത് നോക്കിയേ. ശാസ്ത്രവിഹിതങ്ങളായ വചനങ്ങളെ 16-ാം അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകം എന്താ പറയുന്നത്? ശാസ്ത്രവിഹിതങ്ങളായ വചനങ്ങളെ കണക്കിലെടുക്കാതെ
തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക് പരിപൂർണതയോ പരമലക്ഷ്യപ്രാപ്തിയോ സുഖമോ പോലും നേടാനാവില്ല എന്ന എന്താ പറയുന്നത് ശാസ്ത്രവിഹിതം അല്ലെ. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ തരംതിരിച്ച് മനസ്സിലാക്കാനായിട്ട്. ശാസ്ത്രവിഹിതം ഇല്ലാത്ത ഒന്നും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ശരിയുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ എല്ലാവരും നാമം ജപിക്കുന്നവരല്ലേ അല്ലെ? നാമം ജപിക്കുന്നുണ്ട് നമ്മളെല്ലാവരും. പക്ഷെ നിങ്ങൾ ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ നാമം ജപിക്കാൻ തുടങ്ങിയത്? അല്ലല്ലോ. ഏതെങ്കിലും ഒരു ഗുരുമുഖത്ത് നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരുവിന്റെ സമ്പ്രദായത്തിലുള്ള ഏതെങ്കിലും ഒരു താഴെയുള്ള ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ നാമം ജപിക്കാൻ തുടങ്ങി അല്ലെ. അപ്പൊ അതിനുശേഷമാണ് നമുക്ക് എന്ത് സംഭവിച്ചത്? നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ശാസ്ത്രവിഹിതത്തിൽ ഇത് പറയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വരാം. ശാസ്ത്രവിഹിതങ്ങളായ വചനങ്ങളെ കണക്കിലെടുക്കാതെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക്, ചില ആൾക്കാരെ കേട്ടിട്ടില്ലേ, ഞാൻ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല, ഞാൻ സത്യസന്ധമായിട്ട് ജീവിക്കുന്നത്, ഞാൻ ആരെയും പിടിച്ചു പറിക്കാനും പോയില്ല, മോഷ്ടിക്കാനൊന്നും പോയിട്ടില്ല, ഞാൻ വളരെ സൗമ്യമായ രീതിയിൽ ഞാൻ എന്റെ കുടുംബം പുലർത്തി പോരുന്നു, ആരെയും പറ്റിക്കാനോ വഞ്ചിക്കാനൊന്നും പോവാതെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് അതുകൊണ്ട് ഭഗവാൻ എന്നെ ശല്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ എന്നെ ഇതാക്കുകയോ ചെയ്യില്ല, എന്നെ ചീത്ത രീതിയിലേക്ക് ആക്കൂല എന്നൊക്കെയുള്ള ഒരു പൂർണ്ണ വിശ്വാസം. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും സ്വയം ആൾക്കാർ, നമ്മളൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് എന്നെ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളല്ലേ, ശരിയല്ലേ? ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ ചില ആൾക്കാർ ഇതുപോലെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എന്താ സംഭവിക്കുന്നത്? ഒരു 10 രൂപ ആരെങ്കിലും ഒരാൾ ഒരു ആള് ധർമ്മക്കാരൻ വരികയാണ്. ഓക്കെ, ആ ധർമ്മക്കാരൻ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ തന്നിഷ്ടം പോലെ നടക്കുന്ന ആൾക്കാർ, അവർക്ക് ശാസ്ത്രവിധികളൊന്നും അറിയാൻ പാടില്ല. അപ്പൊ അദ്ദേഹം ചെയ്തിരിക്കും ഒരു 10 രൂപ എടുത്ത് കൊടുക്കും. അദ്ദേഹത്തിന്റെ വിചാരം ഞാനൊരു പുണ്യപ്രവൃത്തി ചെയ്തതാണ്, ശരിയല്ലേ? ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത്? വേദശാസ്ത്ര വിധി പ്രകാരം അല്ലെങ്കിൽ ഒരു ഗുരുമുഖത്ത് നിന്ന് ശാസ്ത്രവിധി മനസ്സിലാക്കാത്ത ആൾക്ക് അവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയാം. കാരണം എന്താ സംഭവിക്കുന്നത്? അവിടെ 10 രൂപ കൊടുത്ത ആള് വിചാരിക്കും ഞാനൊരു പുണ്യപ്രവൃത്തി ചെയ്തു അല്ലെ. ശരി, ആക്ച്വലി ഇത് വേദശാസ്ത്ര വിധി പ്രകാരം മനസ്സിലാക്കിയ ആള് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഞാൻ ഈ കൊടുത്ത പൈസ ശുദ്ധമായ പാത്രത്തിലാണോ, അതായത് അർഹതയുള്ള പാത്രത്തിലാണോ കൊടുത്തേക്കുന്നതെന്ന് ആദ്യം ചിന്തിക്കും. എന്നിട്ട് അദ്ദേഹം കൊടുക്കുള്ളൂ. ഇത് യഥാർത്ഥ ആൾക്ക് തന്നെയാണോ കിട്ടുക? അല്ലെങ്കിൽ എന്താ സംഭവിക്കണേ? ഈ 10 രൂപ അയാൾ കൊണ്ടുപോയിട്ട് വല്ല സിസ്റ്റർ വലിക്കാനോ സ്മോൾ അടിക്കാനോ അല്ലെങ്കിൽ മറ്റ് ശ്രീലമ്പടന്മാർ പോകുന്ന പോലെയുള്ള സ്ത്രീ വിഷയത്തിലേക്കൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? ഈ 10 രൂപയുടെ ഒരു വിഹിതം ഈ കൊടുക്കുന്ന ആൾക്കും വരും. ശാസ്ത്രവിഹിതം അനുസരിച്ച് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ശാസ്ത്രവിഹിതങ്ങളെ അനുസരിക്കാതെ ഇപ്പൊ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അദ്ദേഹത്തിന്റെ വിചാരം എന്താണ്? ഞാൻ 10 രൂപ കൊടുത്തു, നല്ലൊരു പുണ്യം കിട്ടി അല്ലെ. ശരിയല്ലേ പറയുന്നത്? പുണ്യം കിട്ടിയിട്ടുണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ വിചാരമാണ്. ശാസ്ത്രവിഹിതങ്ങൾ മനസ്സിലാക്കാത്ത ആളുടെ വിചാരമാണ്. പക്ഷെ നമ്മളെ പോലുള്ള ആൾക്കാർ ഇതൊക്കെ പ്രഭാതരെ എങ്ങനെയോ കാരണത്താൽ നമ്മൾ ഇവിടെ വന്നു പെട്ടു അല്ലെ. അതുകൊണ്ട് നമുക്ക് ഇത് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അയാൾക്ക് അന്നദാനം കൊടുക്കും അല്ലെ. ഭഗവാനെ നിവേദിച്ച് എന്തെങ്കിലും പ്രസാദം കൊടുക്കും, ശരിയല്ലേ? അപ്പൊ ചില ആൾക്കാർ ഇത് വാങ്ങാണ്ട് പോകും. അവർക്ക് പൈസ മതി. ഇങ്ങനെ പൈസ അവർക്ക് ഈ ദുർനടപ്പിന് വേണ്ടിയിട്ടാണ് ഈ പൈസ അവർ വിനിയോഗിക്കുന്നത്. നമ്മളറിയില്ല ഇതുപോലെ ഇത് കാര്യങ്ങളൊന്നും. അപ്പൊ നമ്മൾ എപ്പോഴും ശാസ്ത്രവിഹിതങ്ങളെ അനുസരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമ്മൾക്കിവിടെ പറഞ്ഞു തരുന്നത്. ശരിയല്ലേ? ശരിയാണോ? ശാസ്ത്രവിഹിതങ്ങളെ വചനങ്ങളെ കണക്കിലെടുക്കാതെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക് പരിപൂർണതയോ പരമനിശ്ചയപ്രാപ്തിയോ സുഖമോ നേടാനാവില്ല എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ 10 രൂപയുടെ കേസ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ബാക്കി പറയുന്നത് എന്താണ്? പിന്നെ അതുപോലെ തന്നെ 16-ാം അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണേ? എന്തു ചെയ്യണം, എന്തു ചെയ്യാൻ പാടില്ല എന്ന് ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മനസ്സിലാക്കണം. എന്താണ് ഈ ധർമ്മശാസ്ത്രം? ധർമ്മശാസ്ത്രം എന്താണ്? ഭഗവത്ഗീത ശാസ്ത്രമാണ്, ശ്രീമദ് ഭാഗവതം ശാസ്ത്രമാണ്, 18 പുരാണങ്ങൾ ശാസ്ത്രമാണ് അല്ലെ, ഉപനിഷത്തുകൾ ശാസ്ത്രമാണ്. അപ്പൊ ഈ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഒരാൾ മനസ്സിലാക്കണം. ഈ നിയമസംഹിതകൾ പഠിച്ചറിഞ്ഞ ശേഷം മാത്രം പ്രവർത്തിക്കുക, തന്മൂലം ക്രമേണ ഉന്നതി പ്രാപിക്കും. ഇതാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് ഉന്നതി വേണം. ഉന്നതി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ആക്ച്വലി ഇവിടെ ആധ്യാത്മികമായിട്ടുള്ള ഉന്നതിയിലൂടെ നമ്മൾ ഈ പറയുന്ന പോലെ 84 ലക്ഷം ജീവജാലങ്ങളിലേക്ക് തിരിച്ചു മടങ്ങി പോവാതെ നമ്മൾ ഭഗവാന്റെ ലോകത്തേക്ക്, ആത്മീയമായിട്ടുള്ള ഭഗവാന്റെ ലോകത്തേക്ക് പോയിട്ട് ഭഗവാന്റെ അടുത്ത് പോയി സുഖിച്ച് ജീവിക്കാനല്ലല്ലോ. ആണോ? അല്ല. നമ്മളെ ലക്ഷ്യം എന്താണ്? ഒരു ഭക്തന്റെ ലക്ഷ്യം എന്താണ്? ഭഗവാനെ സേവ ചെയ്യുക. ഭഗവാൻ എന്തെങ്കിലും ഭഗവാൻ ഉറങ്ങുമ്പോ വീശി കൊടുക്കുക, ഭഗവാന് നല്ല പൂക്കൾ വേണ്ട മാല കെട്ടി കൊടുക്കുക, ഭഗവാന് വേണ്ട നിവേദ്യങ്ങൾ ഒരുക്കുക, ഭഗവാന്റെ ബെഡെല്ലാം തിരിച്ച് റെഡിയാക്കി കൊടുക്കുക, ഭഗവാനെ അവിടെ നടക്കുന്ന സ്ഥലമൊക്കെ ക്ലീൻ ചെയ്യുക.
ഇങ്ങനെയുള്ള ഈ സർവീസുകൾ ചെയ്യാനാണ് യഥാർത്ഥ ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നത്. ശരിയാണോ? അല്ലാതെ അവൻ ഇവിടെ പോയി മോശം കിട്ടിയിട്ട് ഇനി എനിക്ക് സുഖമല്ലേ, ഇനി അവിടെ പോയിട്ട് സുഖമായിട്ട് ജീവിക്കാമല്ലോ, ആ ചിന്താഗതിയാണ് ചില ആൾക്കാർക്ക് സംഭവിക്കുന്നത്. ഹരേ കൃഷ്ണ. ശരിയാണോ ഞാൻ പറഞ്ഞത്? ആൾക്കാരുടെ വിചാരം എന്താ, മോശം കിട്ടി ഇനി വൈകുണ്ഠലോകത്ത് പോയി സുഖമായിട്ട് നല്ല പാൽപ്പായസമൊക്കെ അടിച്ച് സുഖമായിട്ട് അവിടെ കഴിയാം, ഫാനും എ സി ഒക്കെ ഇട്ട് സുഖമായിട്ട് ഇഷ്ടം പോലെ കൽപ്പതരു വൃക്ഷങ്ങൾ എന്ത് ചോദിച്ചാലും തരുന്ന മരങ്ങളും എല്ലാം ഉണ്ടല്ലോ, അപ്പൊ സുഖമായിട്ട് അവിടെ പോയിട്ട് അതിനാണോ ശരിക്കും ആക്ച്വലി മോശം എന്ന് പറയുന്നത്? അല്ല. എന്തിനാണ് പിന്നെ? നമ്മൾക്ക് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടണം. അത് തന്നെയാണ് ഇവിടെ നമ്മളെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞ എന്താ? ഹര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? രാധാറാണി ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്, അമ്മയുടെ സ്ഥാനത്ത്. അപ്പൊ നമ്മൾ അമ്മ എന്ന് പറയുന്നത് അമ്മേ എന്ന് പറയുന്ന വ്യത്യാസമില്ലേ? അപ്പൊ രാധാറാണി എന്ന് പറഞ്ഞാൽ രാധാറാണി, രാധേ എന്ന് വിളിച്ചത് നമ്മൾ രാധയെ വിളിക്കുകയാണ് അല്ലെ? അതാണ് ഇവിടെ ഹരേ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് ഭഗവാനെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാധാറാണിയെ വിളിച്ചുകൊണ്ട് നമ്മൾ പറയാണ് നമുക്ക് എന്തെങ്കിലും സേവനം തരണേ എന്നാണ് നമ്മുടെ ഈ നാമജപത്തിന്റെ അർത്ഥം തന്നെ. അപ്പൊ ആ ഒരു കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിവിടെ മോശം കിട്ടി നമ്മൾ ആധ്യാത്മിക ലോകത്ത് വൈകുണ്ഠ ലോകത്തോ അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിൽ ചെന്നിട്ട് അവിടെ സുഗലോലുപതയിൽ ജീവിക്കുക എന്നുള്ള ചിന്താഗതി അല്ല വരേണ്ടത്. ഭഗവാൻ എവിടെ പോകുന്നു, ഭഗവാന്റെ ഇവിടെ പോയിട്ട് ഭഗവാന്റെ ഇവിടെ ഓടിക്കളിച്ച് നടന്നുകൊണ്ട് ഇപ്പൊ വൃന്ദാവനത്തിൽ ഭഗവാൻ വന്നു, ശരിയല്ലേ? ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് ഭഗവാൻ എവിടെ വന്നു? മധുരയിൽ വൃന്ദാവനത്തിൽ വന്നു. ആ വന്ന സമയത്ത് അവിടെ എന്താ സംഭവിച്ചത്? ഈ ഗോപന്മാരും ഗോപസ്ത്രീകളൊക്കെ ആരാ? കുറെ പട്ടികളും പൂച്ചകളും പിന്നെ കുരങ്ങന്മാരും ഇവരെല്ലാവരും ഭഗവാന്റെ സേവകന്മാരായിരുന്നു, ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്. അപ്പൊ അവര് ഭഗവാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഭഗവാന്റെ കൂടെ അവർ ഇങ്ങോട്ട് വന്നു ഭൂമിയിൽ ഭഗവാന്റെ കൂടെ ലീലകളാടാനായിട്ട്. അല്ലാതെ നമ്മൾ ഈ സാധാരണ കണ്ട ആൾക്കാരല്ല അവിടുത്തെ ഗോപസ്ത്രീകളും ഗോപന്മാരും അവിടുത്തെ പശുക്കളും ഈ മറ്റേ കാളകളൊക്കെ. അവരൊക്കെ ഇതുപോലത്തെ ഓരോരോ ജന്മം ഇവിടെ നമ്മുടെ റോഡില്ലേ നല്ല വലിയ കൊമ്പൊക്കെ വെച്ചിട്ട് ഇവിടെ ഇത് വന്നില്ലേ, പരിക്രമണം വന്നില്ലേ, ഓൾ ഇന്ത്യ മറ്റേ എന്താണ് പറഞ്ഞ എന്താ പറയുക എന്റെ പേരാണ്, കാളകളായിട്ട് വന്നില്ലേ, പദയാത്ര. ആക്ച്വലി ആ പദയാത്രയിലുള്ള ആ മറ്റേ കാളകള് നിസാരക്കാരല്ല. ആക്ച്വലി അവര് നമ്മളെക്കാളൊക്കെ ഉയർന്ന ലെവലിലുള്ള ജീവാത്മാക്കളാണ്. അതിനൊരു ഉദാഹരണം, ഞാൻ ഇതുപോലെ തന്നെ പദയാത്രയിൽ വന്നപ്പോ ഞാന് തൃക്കാക്കര അമ്പലത്തിൽ വെച്ചിട്ട് അതിലൊരു പേര് ഞാൻ പറഞ്ഞു, രണ്ട് കളർക്കും പേരുണ്ട്. അപ്പൊ കാളയുടെ കാല് ഞാൻ ഇങ്ങനെ തിരുമ്മി കൊടുത്തു. കാരണം എത്രയോ കിലോമീറ്ററുകൾ നടന്ന് ഭഗവാനെ ചുമന്നുകൊണ്ട് ഭഗവാനെ വലിച്ചുകൊണ്ട് വരികയല്ലേ. അപ്പൊ പല ആൾക്കാരും ചെയ്യണേ ഞാൻ കണ്ടു. ഇപ്പൊ ഞാനും ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചെന്ന് അറിയും? ആ കാള മറ്റേ കാലം വിട്ട് നീട്ടി വെച്ചു വന്നു. മനസ്സിലായില്ലേ? നമ്മളെക്കാളൊക്കെ എന്തോ ഉയർന്ന ലെവലാന്ന് പറയുമ്പോൾ അവരുടെ ചിന്താഗതി. എനിക്ക് ആ സേവ തന്നില്ലേ, ഇതിൽ തിരുമിക്കോളൂ, ഇതിലും മസാജ് ചെയ്തോളൂ നിമിത്തം ആ കാള എന്നെ എന്താ എനിക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ ജീവാത്മാവ് എങ്ങനെയല്ലേ പോട്ടെ, ഭഗവാനെ വലിച്ചുകൊണ്ട് വന്ന എനിക്ക് എന്നെ സേവ ചെയ്യാൻ വന്നേക്കണല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ ആ കാലം എന്ത് ചെയ്യണം, എന്റെ ഈ കാലിന് വേനായിട്ടാണോ ആ കാലം നീട്ടി തന്നത്? അല്ലല്ലോ. എന്നോടുള്ള എന്തോ ഒരു ഇതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കണം. അല്ലാതെ നമ്മള് എന്റെ ഈ കാലുകൂടി എനിക്ക് വേദനയുണ്ട് എന്നാ ഈ കാലുകൂടി തിരുമിക്കോ എന്ന് വെച്ച് തന്നാണോ? അല്ല. ഇവരുടെയൊക്കെ ഈ ബുദ്ധി എന്ന് പറഞ്ഞാൽ സാധാരണ അല്ല. വൃന്ദാവനത്തിലുള്ള ഒരു പുൽക്കൊടി അല്ലെങ്കിൽ ഒരു കുരങ്ങനായാലും ഞാൻ അതുപോലെ തന്നെ വൃന്ദാവനത്തിൽ വെച്ച് ഒരു സമയത്ത് ഒരു റൂമിൽ താമസിക്കുക. അപ്പൊ അവിടെ ഗ്രില്ലിട്ടേക്കാം, കുരങ്ങന്മാരുടെ ശല്യം ഭയങ്കരമായിട്ട്. ആ ഹോട്ടലിൽ ഗ്രില്ലിട്ടിരിക്കുക, കുരങ്ങന്മാർ ഇങ്ങോട്ട് കയറാതിരിക്കും. പക്ഷെ അങ്ങോട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റും, പഴോ ചിപ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു കുരങ്ങനെ ചിപ്സ് നീട്ടി. അപ്പൊ കുരങ്ങനെ എന്ത് ചെയ്തു, അത് മേടിച്ചിട്ട് ഇങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇങ്ങനെ അതിന്റെ എന്തോ പൊടി എന്തെങ്കിലും കളഞ്ഞിട്ടാണ് കഴിക്കുക. അപ്പൊ അതിന്റെ മണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ തിന്നിട്ട് അത് കഴിച്ചത്. അപ്പൊ ഇവരുടെയൊക്കെ ആ ചിന്താഗതി വേറെ ലെവലാണ്, നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൊന്നുള്ള ലെവലല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഭഗവാന്റെ കൂടെ ലീലകൾ ആടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോലോക വൃന്ദാവനത്തിൽ ചെന്നാലും ഭഗവാന്റെ കൂടെ അവിടെ സുലോകപതിയിൽ ജീവിക്കാന്നുള്ള കരുതി ആവരുത് നമ്മുടെ ലക്ഷ്യം. എന്തായിരിക്കണം? എപ്പോഴും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക എന്നുള്ള ചിന്താഗതിയോട് കൂടിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഈ ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് ഇവിടെയുള്ള ഗോലോക വൃന്ദാവനത്തിൽ തിരിച്ചിവിടെ വന്നു ലീലകളാടാൻ വേണ്ടി വന്നപ്പോൾ ഭഗവാന്റെ കൂടെ വന്നിരിക്കുന്ന അവിടെയുള്ള ഗോപന്മാരും ഗോപസ്ത്രീകളും ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് വൃന്ദാവനത്തിൽ പോയിട്ട് ഒരാളോട് പോലും കയർത്ത് സംസാരിക്കുകയോ അവരോട് മല്ലിടിക്കുകയോ അവരൊരു അടി വെച്ച് തന്നാലും
നമ്മൾ അതിനെ സ്വീകരിക്കുക, ഭഗവാന്റെ പ്രസാദമായിട്ട് സ്വീകരിക്കുക. അതിനൊരു ഉദാഹരണം ഞാൻ പറയും. ഞാനിപ്പോ ഒരു 1-2 മാസങ്ങളിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ആൾക്കാരെ കൊണ്ട് വൃന്ദാവനത്തിൽ പോകുന്നുണ്ട്. അത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടല്ല. ഞാൻ വെറും 8,000 രൂപ പോലും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അത് AC ഉടുപ്പ് കൊടുത്തിട്ടൊക്കെ ഞാൻ കൊണ്ടുപോയിരിക്കുന്നത്. നമ്മളുടെ ലക്ഷ്യം അവരെ വൃന്ദാവനത്തിൽ, സാധാരണക്കാരെ വൃന്ദാവനം കാണിക്കണം. ആ ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഞാൻ മെസ്സേജ് ഇട്ടു, എല്ലാ പ്രാവശ്യം പോകുന്ന ഗ്രൂപ്പിൽ മെസ്സേജ് ഇതിടും, എല്ലാവരുടെയും കൂടി ചേർത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, വൃന്ദാവനത്തിൽ വെച്ച് ആരെന്ത് പറഞ്ഞാലും വൃന്ദാവനത്തിൽ പ്രത്യേകിച്ച് വൃന്ദാവനവാസികളോട് നമ്മൾ ഒരിക്കലും കയർത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരോട് മല്ലടിക്കുകയോ അവരിത് തല്ലുന്നത് സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഏതോ ഒരു മാതാജി, തൊടുപുഴയുള്ള ഒരു മാതാജിയാണ്, മാതാജിയുടെ പേരൊന്നും പറയുന്നില്ല. അപ്പൊ മാതാജി ഏതോ അവിടുത്തെ അമ്പലത്തില് സേവാ കുഞ്ഞെന്ന് പറഞ്ഞ അമ്പലത്തില് അവിടുത്തെ ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന, അപ്പൊ അവിടെ എന്തോ അവരെന്തോ കാശി വിഷയായി, അപ്പൊ ഇവരെന്തോ പോസ്റ്റ് എന്തോ കാണിക്കും. ഞാൻ കണ്ടോണ്ടിരിക്കുക. ഭഗവാനെ, ഇവര് ചെയ്യുന്ന കൂട്ടുന്ന കാര്യങ്ങളുടെ ഒരു വിഹിതം ഞാൻ അനുഭവിക്കണമല്ലോ. കാരണം ഞാനാ കൊണ്ടുവന്നേക്കണേ ഇവരെ. ഇത് മെസ്സേജ് ഇട്ട് ഇവരെ പല പ്രാവശ്യം ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും മനസ്സിലാവുന്നില്ല ഭഗവാനെ എന്ന് വെച്ച് ഞാൻ പോയിട്ട് മാപ്പ് പറഞ്ഞു അവരോട്. അപ്പോൾ കാരണം അതിന്റെ ഒരു വിഹിതം, നേരത്തെ പറഞ്ഞ 10 രൂപയുടെ കാര്യം പറഞ്ഞ പോലെ ഞാനാ ഇവരെ കൊണ്ടുവന്നേക്കുന്നത്. ഒരു വിഹിതം ഞാൻ അനുഭവിച്ചേ പറ്റൂ. അപ്പൊ ഞാൻ കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് ഞാൻ പോയിട്ട് മാപ്പ് പറഞ്ഞു, ക്ഷമ പറഞ്ഞിട്ട് അവരെന്തോ പൈസ എന്തോ വരും. ഞാൻ 10 രൂപ എടുത്ത് കൊടുത്തു. 10, 20 എത്ര രൂപ എടുത്ത് കൊടുത്തു. 2 രൂപയുടെ കേസ് എന്തോ ഉള്ളൂ അവിടെ. ഞാൻ 10 രൂപ എടുത്ത് കൊടുത്തിട്ട് ഞാൻ ക്ഷമ പറഞ്ഞു പോന്നു. അപ്പൊ ഞാൻ അടുത്തുള്ള ഒരു മാതാജിയോട് പറഞ്ഞു, ഇത് നിങ്ങൾ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നേക്കണം, തൊട്ടടുത്ത് വന്നേക്കണം, തൊടുപുഴയിൽ നിന്നുള്ളവരല്ലേ. ഇവിടെ ആരോടും നമ്മൾ കയർത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരോട് മല്ലടിക്കാനോ അടിപിടിക്കാനോ ഒന്നുമല്ല നമ്മൾ വന്നേക്കണേ. നമ്മൾ വന്നേക്കണേ ഇവിടെ ഭഗവാന്റെ ദർശനം എടുക്കാനാണ്. ഇത് ഗോലോക വൃന്ദാവനമാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ. ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് അവിടുത്തെ സ്വന്തം സ്ഥലം അടർത്തി എടുത്തുകൊണ്ട് വെച്ച സ്ഥലമാണ് ഈ പറയുന്ന ഗോലോക വൃന്ദാവൻ. അത് അതിനെപ്പറ്റി ഗർഗ സംഹിതയിൽ ഗർഗമുനി വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനത് വായിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവിടുത്തെ സാക്ഷാൽ ഗോലോക വൃന്ദാവനത്തിലെ അതേ സ്ഥലം ഇവിടെ 84 കോശ സ്ഥലം അടർത്തി എടുത്തുകൊണ്ട് വെച്ച സ്ഥലമാണ് ഇവിടെ. അപ്പൊ അവിടെ ഈ പറയുന്ന ഗോപന്മാരും ഗോപസ്ത്രീകളുടെയൊക്കെ ഭഗവാന്റെ ലീലകളാടാൻ വേണ്ടി വന്നിരിക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ജീവാത്മാക്കളാണ് അല്ലെ. അപ്പൊ ഞാൻ ഈ അടുത്തവരോട് പറഞ്ഞു, അവര് ചെയ്ത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. പക്ഷെ എന്താ സംഭവിച്ചത്, അന്നത്തെ ദിവസം തന്നെ പ്രേമന്ദിറിലല്ല പ്രേം സരോവറിൽ ഞങ്ങൾ ചെന്നപ്പോ ഒരു കുരങ്ങൻ ഒരു കടി കൊടുത്തു. എന്റെ കൂടെ 38 പേരുണ്ട്. കുരങ്ങൻ ആരെ കഴിച്ചത്? ഈ വൃന്ദാവനവാസിയാളാതെ ആ സ്ത്രീയുമായിട്ട് കശപിശ ഉണ്ടാക്കിയ ആ സ്ത്രീയാണ് കുരങ്ങൻ കടിച്ചത്. ആലോചിച്ചു. ഭഗവാൻ ഒരിക്കലും ഭഗവാനെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഭഗവാൻ ചിലപ്പോൾ നമ്മളോട് സഹിക്കും, ക്ഷമിക്കും. പക്ഷെ ഭഗവാന്റെ ഭക്തന്മാരോട് നമ്മൾ എന്ത് ചെയ്താലും ഭഗവാൻ ഒരിക്കലും അതിനെ സഹിക്കുകയില്ല, ക്ഷമിക്കുകയില്ല. ഭഗവാന് ഒരു കുരങ്ങനായിട്ട് വന്നു, ഒരു കടി കൊടുത്തു. അവരെ വൈകുന്നേരം ആകുമ്പോഴേക്കും അവരുടെ കൈ മുഴുവൻ നീരായി, വേദന കൊണ്ട് എടുക്കാൻ പറ്റാത്ത രീതിയിൽ. പിന്നെ വൈകുന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ട് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു. അതങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും ശാസ്ത്രവിഹിതങ്ങളായ വചനങ്ങളെ കണക്കിലെടുക്കാതെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വേറെ വിഷയങ്ങളിലേക്ക് പോയി. ഓക്കെ, അപ്പോ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മനസ്സിലാക്കണം. ഈ നിയമനിബന്ധനകൾ പഠിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുക. അതുമൂലം നമുക്ക് ക്രമേണ ഉന്നതി പ്രാപിക്കും. ഓക്കെ, ഇതാണ് പറയുന്നത്. അപ്പൊ ശാസ്ത്രവിഹിതങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, അനുസരിച്ചേ പറ്റൂ അല്ലെ. ഇപ്പോ അതുപോലെ തന്നെ നമ്മളൊരു ശ്രദ്ധ, ദിവ്യജ്ഞാനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ദിവ്യജ്ഞാനം നമ്മള് ശരീരമല്ല ആത്മാവാണെന്നുള്ള ആ ഒരു ദിവ്യജ്ഞാനം കിട്ടിക്കുന്ന ആൾക്കാർ പടിപടിയായിട്ട് വരുന്ന ലെവലിലേക്ക് വരുന്നു പറയുന്നുണ്ട്. അപ്പൊ ദൃഢവിശ്വാസം എന്നാണ്, ദൃഢവിശ്വാസം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. വിശ്വാസത്തോടുകൂടി. എന്താണ് ദൃഢവിശ്വാസം? അകമഴിഞ്ഞ് അല്ലെങ്കിൽ അത്രയ്ക്ക് ദൃഢമായി വിശ്വസിക്കണം. അപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നടന്നൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ദൃഢമായിട്ട് വിശ്വസിക്കുന്ന ഒരാളുടെ കഥ ഞാൻ പറഞ്ഞു. എന്നെ ഈ ഇസ്കോണിലേക്ക് കൊണ്ടുവന്നത് നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരാളാണ്. റിഫൈനറിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന നന്ദകുമാർ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹമാണ് എന്നെ ഈ ഇസ്കോണിലേക്ക് കയറ്റിവിട്ടു. ഇപ്പൊ ഒരുത്തിന് ഭക്ഷണം കുടിക്കാൻ പറ്റിയില്ലെങ്കിലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം, ഇന്ന സ്ഥലത്ത് ചെന്നാൽ ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അദ്ദേഹം വഴികാട്ടി ഗുരുവായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹം ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ സ്മരിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെയാണ് എന്നെ സ്കൂളിലേക്ക് എത്തിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് വേദശാസ്ത്രങ്ങളൊക്കെ കുറിച്ച് ബ്രാഹ്മണനായതുകൊണ്ട് കുറച്ചൊക്കെ ഗ്രാഹ്യം പഠിച്ച് മനസ്സിലാക്കിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം ഒരിക്കൽ പറയാണ്, ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിനിടയ്ക്ക്, അദ്ദേഹത്തിന്റെ മോൾക്ക് അന്ന് 5-6 വയസ്സ് പ്രായം കണ്ടുള്ളൂ, പെൺകുട്ടിയാണ്. അപ്പോ
അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഭർത്താവ് അവരുടെ ഫാമിലിയൊക്കെ ശബരിമലയ്ക്ക് പോകും. അപ്പൊ ഇദ്ദേഹം ഈ കുട്ടിയെ വിളിച്ചു. ഈ കുട്ടികൾ പെൺകുട്ടികൾക്ക് 12 വയസ്സ് കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് ചില നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ കുട്ടിയെ ശബരിമലയ്ക്ക് കൊണ്ട് ഇതുവരെ പോയിട്ടില്ല. അപ്പൊ കുട്ടിയെ ശബരിമലയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വിളിക്കുകയാണ്, ഞങ്ങൾ കൊണ്ടുപോയിട്ട് കൊണ്ടുവരാം. അപ്പൊ ഇദ്ദേഹം എടുത്തു വായിക്ക് പറഞ്ഞെന്നറിയോ, ശബരിമല അയ്യപ്പന്റെ അടുത്ത് പോയിട്ട് കിട്ടുന്ന പുണ്യൊന്നും എന്റെ മോൾക്ക് വേണ്ട. എന്താ അദ്ദേഹത്തിന് ദൃഢവിശ്വാസം ഉണ്ടായിരുന്നു. എന്താ ദൃഢവിശ്വാസം? 11ാമത്തെ കാൻഡോയില് 5ാമത്തെ അധ്യായത്തിൽ 41ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്. സെയിം ഭാഗവത്തില് കടപ്പാടിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഭഗവാന്റെ നാമം ജപിക്കുന്നവർക്ക് ഈ പ്രകൃതിയോടോ അല്ലെങ്കിൽ കൂടെ വസിക്കുന്നവരോടോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ജീവജാലങ്ങളോടോ അല്ലെങ്കിൽ മറ്റ് ദേവീദേവന്മാരോടോ ഒന്നും യാതൊരു കടപ്പാടും ഇല്ല. കാരണം എന്താ? അതൊക്കെ യാന്ത്രികമായിട്ട് വീടിക്കൊള്ളും. കാരണം ഇവരാരാ ജപിക്കുന്നത്? ഭഗവാന്റെ നാമമാണ് ജപിക്കുന്നത്. അത് 11ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ശ്ലോകത്തിൽ 41ാമത്തെ ശ്ലോകത്തിൽ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2ാമത്തെ അധ്യായത്തില് 38ാമത്തെ ശ്ലോകത്തില് പ്രഭുപാദ് അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. 2ാമത്തെ അധ്യായത്തില് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ ഈ ശ്ലോകങ്ങൾ കോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് വെറുതെ ഞാൻ എന്റെ വായി തോന്നി വിളിച്ചു പറഞ്ഞാൽ അത് ആധ്യാത്മികത ആവില്ലാവോ? ശാസ്ത്ര പ്രമാണങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രഭുപാദ പറയുന്നതൊക്കെ നമ്മൾ കോട്ട് ചെയ്ത് പറഞ്ഞാൽ അതിന് ഒരു ആധികാരികതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ശാസ്ത്ര പ്രമാണങ്ങൾ കോട്ട് ചെയ്ത് പറയുന്നത്. അപ്പൊ 11ാമത്തെ അധ്യായത്തില് 2ാമത്തെ അധ്യായത്തിൽ 38ാമത്തെ ശ്ലോകത്തിൽ പ്രഭുപാദ അതിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. നമുക്ക് അതെന്താണെന്ന് പരിശോധിക്കാം. ഞാൻ എടുത്തേക്കട്ടെ. ാമത്തെ അധ്യായത്തില് 38ാമത്തെ ശ്ലോകം. ഓക്കെ, അതെന്താ പറയുന്നത്? ദേവർഷി അതിനകത്ത് ശ്ലോകത്തില് പ്രഭുപാദന്റെ എക്സ്പ്ലനേഷനിലാണ് ഇത് പറയുന്നത്. ഈ ഒരു ശ്ലോകത്തെ കുറിച്ച് പറയുന്നത് ദേവർഷി ഭൂതാം പിതൃണാം നരകിങ്കരോ നായ മൃണാണി ച രാജൻ സർവാത്മനായം ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കൃത്യം. അതായത് സർവ ധർമ്മങ്ങൾ ഉപേക്ഷിച്ച് കൃഷ്ണനെ മുകുന്ദനെ പൂർണ്ണമായി ആത്മാർപ്പണം ചെയ്തവന് ദേവന്മാരോടോ ഋഷികളോടോ അല്ലെങ്കിൽ പൊതുജനങ്ങളോടോ ബന്ധുക്കളോടോ പിതൃജനങ്ങളോടോ മാനവ സമുദായത്തിനോടോ ഒന്നും തന്നെയോ യാതൊരു കടപ്പാടും ഇല്ലെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഈ ശ്ലോകം നമ്മളൊക്കെ ഈ ശ്ലോകം കോട്ട് ചെയ്ത് മനസ്സിലാക്കണം ഓരോ കാര്യങ്ങൾ. അപ്പൊ ഇദ്ദേഹത്തിന് ഈ ശ്ലോകം അറിയാം. അദ്ദേഹം എന്നെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന ആൾക്ക് ഈ ശ്ലോകം അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ മോൾക്ക് ശബരിമല പോയത് കൊണ്ടുള്ള ആ നേട്ടമൊന്നും വേണ്ട, അവള് നാമം ജപിക്കുന്നുണ്ട്, അത് മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്താ കാരണം പറയാൻ? വെറുതെ പറഞ്ഞാണോ? അതായത് അദ്ദേഹത്തിന് അയ്യപ്പനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറഞ്ഞാണോ? അല്ല, അദ്ദേഹം വേദശാസ്ത്രങ്ങൾ കുറച്ച് ഗ്രാവിന്യം ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. എന്താ ഈ ശ്ലോകത്തിൽ പറയുന്നത്? നിങ്ങളെ ശ്ലോകം എന്ന് നോക്കിയിട്ട് 14ാമത്തെ 5ാമത്തെ അധ്യായത്തിൽ 41ാമത്തെ ശ്ലോകം. അതിന് അർത്ഥം പറയുന്നത് സർവകർമ്മങ്ങൾ ഉപേക്ഷിച്ച് മുകുന്ദന് അല്ലെങ്കിൽ കൃഷ്ണനെ പൂർണ്ണമായി ആത്മാർപ്പണം ചെയ്തവന് ദേവന്മാരോടോ ഋഷികളോടോ പൊതുജനങ്ങളോടോ ബന്ധുജനങ്ങളോടോ പിതൃജനങ്ങളോടോ മാനവ സമുദായത്തിനോടോ തന്നെ എന്നെ ഒരു കടപ്പാടുമില്ല. അതായത് ഇത് ചെയ്യുന്നത് കൊണ്ട് ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഇവരിലേക്കുള്ള ആ ഒരു ഇത് കഴിഞ്ഞു. അവർ ഭഗവാന്റെ നാമം ജപിക്കുന്നതുകൊണ്ട് ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് പരിഹൃതമായിക്കോളും. ഇതാണ് ശ്ലോകം പറയുന്നത്. അപ്പൊ നമ്മള് അതുപോലെ തന്നെ നമ്മളായിരിക്കണം. നമ്മള് മറ്റു ദേവീദേവന്മാരെ നിന്ദിക്കാനോ അതിനൊന്നും പോകണ്ട, അവരെ നിന്ദിക്കാതിരിക്കുക. പക്ഷെ നാമം ജപിക്കുന്ന നമ്മള് പൂജ ചെയ്യുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ഭഗവാന് ചെയ്യുക. അപ്പൊ അതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് നടന്നു. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. 4ാമത്തെ അധ്യായത്തില് 31ാമത്തെ അധ്യായത്തില് 14ാമത്തെ ശ്ലോകത്തിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? നാലാം കാൻഡോയില് 31ാമത്തെ, ഇതല്ല പശ്ചിമ ഭാഗവതം 4ാം കാൻഡോയില് 31ാമത്തെ അധ്യായത്തില് 14ാമത്തെ ശ്ലോകം. അതിനകത്ത് എന്താ ഒരു കാര്യം പറയുന്നത്? അതായത് നമുക്ക് 33 മുക്കോടി ദേവീദേവന്മാരാണുള്ളത്, അല്ലെ? ശരിയല്ലേ? 33 മുക്കോടി ദേവീദേവന്മാരെ നമ്മള് അവരെ ഭരിച്ച് അവരെ പൂർണ്ണ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോയി നമുക്ക് പറ്റൂ. അപ്പോൾ നമുക്ക് 80-85 വയസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾക്ക് 33 മുക്കോടി ദേവീദേവന്മാരെ നമുക്ക് അതിനകത്ത് തരോട് നിഷേധനാണ് ആ ശ്ലോകം തുടങ്ങുന്നത്. അപ്പൊ അതിനകത്ത് ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾ ഭഗവാന്റെ നാരായ വേരിൽ വെള്ളമൊഴിക്കുക. നാരായ വേരിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ വേര് ജലം വലിച്ചെടുക്കും, അല്ലെ? മോട്ടർ അടിച്ച് മുകളിലേക്ക് നനയ്ക്കേണ്ട കാര്യമുണ്ടോ?
കാര്യമുണ്ടോ? നമ്മളൊക്കെ വീട്ടിൽ ടാങ്കിൽ വെള്ളം അടിച്ച് കയറ്റുന്ന പോലെ ഭഗവാനെ നമ്മള് ചെയ്യണമെങ്കിൽ ഭഗവാന്റെ നാരായ വേര് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ മരത്തിന് വെള്ളം ഒഴിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ മരത്തിന്റെ വേരിന് വെള്ളം ഒഴിച്ചാൽ മതി. ശരിയല്ലേ? വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് വേരെല്ലാം വലിച്ചെടുത്തിട്ട് ഈ മരത്തിന്റെ ഇലകളിലേക്ക്, ശാഖകളിലേക്കും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും വെള്ളം എത്തിച്ചോളൂ അല്ലെ? അപ്പൊ ഇതുപോലെ ഭഗവാനെ നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ 33 മുക്കോടി ദേവന്മാരും ദേവീദേവന്മാരും ഭഗവാനിൽ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാവരും പൂർണ്ണ സംതൃപ്തരാണ്. പിന്നെ ഓരോരുത്തരെ പ്രത്യേകം പോയി വലിച്ച് അവരെ പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല. അതാണ് ഈ ശ്ലോകം പറയുന്നത്. ഇപ്പൊ നമുക്ക് വയറിന് വിശക്കുന്നുണ്ട്, നമ്മുടെ ശരീരം നമുക്ക് വിശപ്പ് തോന്നുമ്പോൾ ഈ വയറിലേക്ക് നമ്മൾ ഭക്ഷണം എത്തിച്ചാൽ മതി. അത് നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും എത്തൂലേ? അതുപോലെ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ഭജിക്കുന്നതെങ്കിൽ 33 മുക്കോടി ദേവീദേവന്മാരെ പൂർണ്ണ സംതൃപ്തരാമെന്ന് ആര് പറയുന്നു? ശ്രീമദ് ഭാഗവതത്തില് വ്യാസമുനി 4-ാം കാൻഡോയില് 31-ാമത്തെ അധ്യായത്തില് 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നിങ്ങൾ ഇത് കോട്ട് ചെയ്ത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് റെഫർ ചെയ്യൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഓക്കെ. പിന്നെ അപ്പൊ അത് നമ്മൾ പിന്നെ ദൃഢവിശ്വാസത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ദൃഢവിശ്വാസത്തോടു കൂടി വേണം ഭഗവാനെ ഭജിക്കാൻ. ഇപ്പൊ നന്ദകുമാർ പറഞ്ഞതുപോലെ, നന്ദകുമാർ എന്താ പറഞ്ഞത്? എന്റെ മോൾക്ക് അയ്യപ്പനെ കണ്ടുകൊണ്ടുള്ള നേട്ടമൊന്നും വേണ്ട, അവള് നാമം ജപിക്കുന്നുണ്ട്, കൃഷ്ണമന്ത്രം ജപിക്കുന്നുണ്ട്, അത് മതി, അവർക്ക് അത് മതി. അദ്ദേഹത്തിന് ശ്ലോകങ്ങൾ അറിയാം. ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് പല വിഷയങ്ങൾ. അതുപോലെ ദൃഢവിശ്വാസം എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറൊരു കാര്യം കൂടി, ഒരു കഥയും കൂടി പറഞ്ഞുതരാം. അതായത് ഒരു സ്ഥലത്ത് ഒരു രാജാവ്, പഴയ കഥയാണ്. രാജാവ്, ആ രാജാവിന്റെ സ്ഥലത്ത് മൊത്തം 3-4-5 കൊല്ലമായിട്ട് മഴയില്ല. ജനങ്ങളൊക്കെ ആകപ്പാടെ വിഷമത്തിലായി. കിണറുകളെല്ലാം വറ്റി വരണ്ടു, കുളങ്ങളെല്ലാം വറ്റി വരണ്ടു, മൃഗങ്ങളൊക്കെ ചത്തു വീഴുന്നു, വെള്ളം കുടിക്കാതെ പറവകളൊക്കെ ചത്തു വീഴുന്നു. മനസ്സിലായി? ആകപ്പാടെ പ്രശ്നം. അപ്പോ ആ രാജാവ് അദ്ദേഹത്തിന്റെ ഗുരുവിനെ വിളിച്ചിട്ട് പറയാണ്, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം, ഇത്രയും കാര്യങ്ങൾ ചെയ്തതൊന്നും നമുക്ക് ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല. അപ്പൊ അങ്ങ് ഇന്ന് ഒരു ദിവസം കൂടി ഒന്ന് പൂർണ്ണമായിട്ടിരുന്ന് ധ്യാനിച്ചിട്ട് എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് പറഞ്ഞു തരണം, അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യം തന്നെ നമുക്ക് ഇഷ്ടം, എല്ലാവരും ചത്തുപോകും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഈ അവരുടെ ഗുരു ഇങ്ങനെ ഒരു ദിവസം മുഴുവനും ധ്യാനത്തിൽ ഇരുന്നിട്ട് പറഞ്ഞു കൊടുത്ത ഒരു വിധി എന്താന്ന് വെച്ചാല്, വിവാഹം കഴിക്കാത്ത ഒരു ബ്രാഹ്മണനെ കൊണ്ട് ഇന്നൊരു പൂജ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ മഴ വരും എന്നുള്ളൊരു, വൈശാലി എന്നുള്ളൊരു സിനിമ അതിനെ കുറിച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു ആളെ കണ്ടെത്താൻ വേണ്ടി പിന്നെ പരിശ്രമമായി. ഈ പരിശ്രമമായപ്പോ കാട്ടില് ഇതുപോലെ ഋഷ്യശിംഗൻ എന്ന് പറഞ്ഞ ആ ഒരു മുനി പുത്രന്റെ പേരാണ് ഋഷ്യശിംഗൻ എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത്ര ദിവസം കഴിയുമ്പോൾ 8-ാമത്തെ ദിവസം മഴ പെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്, ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പോ എല്ലാ ദിവസവും ജനങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ വരും, പൂജയിലൊക്കെ പങ്കെടുക്കും, തിരിച്ചു പോകും. പക്ഷെ 7-ാമത്തെ ദിവസമായി. 8-ാമത്തെ ദിവസം ഇതുപോലെ എല്ലാവരും വളരെ സന്തോഷിച്ച്, ഇന്ന് മഴ പെയ്യുന്ന ദിവസമാണല്ലോ, എല്ലാവർക്കും ഭയങ്കര ഹാപ്പി. കാരണം വെള്ളം കുടിക്കാനില്ല, കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് തലയിൽ കുടവൊക്കെ വെച്ചിട്ട് കൊണ്ടുവരുന്നത്. വെള്ളം കുടിക്കാനില്ലാത്ത അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ വെള്ളം കുടിക്കാൻ ദാഹിക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രിഡ്ജ് തുറന്ന് വെള്ളം എടുത്ത് നമ്മൾ കുടിക്കും. പക്ഷെ ഈ രാജ്യത്ത് വെള്ളമില്ല കുടിക്കാൻ. കിലോമീറ്ററുകൾ താണ്ടി രാജാവ് കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് ജനങ്ങൾക്കുള്ള വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കഷ്ടപ്പാടും ദുരിതമൊക്കെയാണ്. അങ്ങനെ 8-ാമത്തെ ദിവസമായപ്പോ എല്ലാവരും വരുന്ന പോലെ തന്നെ ഈ ആർത്തുല്ലസിച്ച് എല്ലാവരും സന്തോഷത്തോടെ വരെ ഇന്ന് വൈകുന്നേരം മഴ പെയ്യുമല്ലോ, പൂജ കഴിയുമ്പോഴേക്കും 5 മണിക്ക് മഴ പെയ്യുന്നുള്ള ഇത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ അന്നത്തെ ദിവസം വന്നതില് എല്ലാവരും വന്നു. പക്ഷെ അതിലൊരു അമ്മൂമ്മ, 86-88 വയസ്സുള്ള ഒരു അമ്മൂമ്മ എന്താ ചെയ്ത്, ആ അമ്മൂമ്മ വരുമ്പോ അമ്മൂമ്മയുടെ കക്ഷത്തിലൊരു കൊടയുണ്ടായിരുന്നു. മനസ്സിലായോ? ബാക്കി 99 പേരുണ്ട്, 100 പേരുണ്ടെങ്കിൽ 99 പേരും വന്ന് കൊടയില്ലാതാണ്. ഈ അമ്മൂമ്മ മാത്രം കൊടയുമായിട്ട് പോകുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ആ അമ്മൂമ്മയുടെ മനസ്സിന്റെ ഉള്ളില് ദൃഢവിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് മഴ പെയ്യും, എനിക്ക് വീട്ടിൽ പോകണമെങ്കിൽ കുട വേണം, അല്ലെങ്കിൽ എനിക്ക് പനി പിടിക്കും എന്നുള്ള ദൃഢവിശ്വാസം ആ അമ്മൂമ്മയ്ക്ക് ഉണ്ടായതുകൊണ്ടാണ് അമ്മൂമ്മ എന്ത് ചെയ്തു, കുട കൊണ്ടുവന്നത്. അല്ലെ? അപ്പൊ അതുപോലെ ആയിരിക്കണം നമ്മള്. നന്ദകുമാറിന് ആ കുട്ടിയുടെ വിടാത്തതിന്റെ അദ്ദേഹത്തിന് ദൃഢവിശ്വാസമുണ്ട്. മനസ്സിലല്ലേ? അപ്പൊ അതുപോലെ ആയിരിക്കണം നമ്മൾ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അതിലൂടെ എല്ലാം പൂർണ്ണമാകും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ആർക്കും ദൃഢവിശ്വാസം ഇല്ല. അതാണ് കുഴപ്പം. നമ്മൾ എവിടെ പോയാലും അമ്പലത്തിൽ പോയാലും നമ്മൾ അവിടെ കുറെ വഴിപാട് കഴിക്കും, പൂജകൾ കഴിക്കും. എന്തെന്നാണ് ഇവിടെ പറയുന്നില്ലേ ഭഗവാൻ? എല്ലാ ദേവീദേവന്മാരെയും വിളിച്ചാലും എന്നിലേക്കാണ് എത്തുന്നത്. പക്ഷേ അത് അവിധിപൂർവമാണെന്ന് പറയുന്നുണ്ട്, വിധിപൂർവമല്ല എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ശരിയാണോ? നമ്മൾക്ക് വിധിപൂർവം ചെയ്താൽ പോരെ? അവിധിപൂർവം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേണ്ടെന്നല്ല പറയുന്നത്. ഏത് ദേവനെ ദൈവം ഭരിച്ചാലും എന്നിലെത്തും. പക്ഷെ അത്
വിധിപ്രകാരമല്ല അവിധിപൂർവ്വമാണെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ദൃഢവിശ്വാസം വേണം നമ്മുടെ ഭഗവാനോട്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ പൂജ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ആ ഭഗവാനോട് നമുക്ക് എന്ത് വേണം? ദൃഢവിശ്വാസം വേണം. ശരിയല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് ഗുരുക്കന്മാര് നമ്മൾ നാലാമത്തെ അധ്യായം 32ാമത് സദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവ എന്നുള്ള ശ്ലോകമില്ലേ? എന്താണ് അത് പറയുന്നത്? നമ്മള് ഗുരുവിനെ നമ്മൾ സമീപിച്ചിട്ട്, അല്ലെങ്കിൽ ഭഗവാൻ വഴി ആരെങ്കിലും ഒരു ഗുരു എത്തിക്കും. അപ്പൊ ഗുരുവിനെ നമ്മൾ ഗുരുവിനെ സേവ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, അല്ലെ? അപ്പൊ ഗുരുവിന്റെ പ്രാധാന്യം അവിടെ വളരെ സ്പഷ്ടമല്ലേ? ഈ ഗുരു എന്താ ചെയ്യുന്നത് ശരിക്കും? ഗുരു ആക്ച്വലി എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിന് കിട്ടിയ അറിവ് യാതൊരു മായവും ചേർക്കാതെ, എല്ലാവരും പറയുന്നു 916 ഭീമ നൽകുന്നു 916 എന്ന് പറഞ്ഞ പോലെ, ആ ഗുരുവിന് കിട്ടിയിരിക്കുന്ന ഗുരുവിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു പരമ്പരയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അറിവ് അദ്ദേഹം എന്ത് ചെയ്തു? 1% പോലും വെള്ളം ചേർക്കാതെ, മായം ചേർക്കാതെ അദ്ദേഹം അത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരും, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഒരു കഥയെ കൂടി പറയാം. കഥകൾ ഇതിന്റെ കൂടെ ഉള്ളത് നല്ല ആൾക്കാർക്ക് ഉറക്കമൊക്കെ മാറും, കഥയാവുമ്പോൾ ശ്രദ്ധിച്ചിരിക്കും, ശരിയല്ലേ? അപ്പൊ അതിന് ഞാനൊരു കഥയും കൂടെ പറയാം. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു ശില്പി ഉണ്ടായിരുന്നു. ഈ ശില്പിയുടെ പ്രത്യേകത എന്ന് വെച്ചാല്, ഈ ഒരു പ്രത്യേക ശില്പിക്ക് അദ്ദേഹത്തിന് കല്ലുകളോട് സംസാരിക്കാനുള്ള കഴിവുള്ള ശില്പിയായിരുന്നു. ഇത്തിരി ഗ്രേഡ് കൂടിയ ശില്പിയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കാട്ടിലൂടെ നടന്നു പോകുമ്പോ എന്താ സംഭവിക്കണ വെച്ചാല്, അദ്ദേഹത്തിന് അറിയാം ശില കാണുമ്പോൾ അറിയാം ഇത് ദേവ വിഗ്രഹത്തിനോ ഏതെങ്കിലും പറ്റിയ ശിലയാണോ. അപ്പൊ ഇങ്ങനെ കുറെ കല്ലുകൾ ഉള്ളപ്പോൾ അതിൽ ഒരു കല്ലിനോട് ശില്പി ചോദിക്കുകയാണ്, കല്ല് നിന്നിൽ നല്ല വളരെ മനോഹരമായ ഒരു ദേവി ശില്പം ഞാൻ കാണുന്നുണ്ട്, നിന്നെ ഞാൻ കൊത്തി നല്ലൊരു ദേവി ശില്പമാക്കാം, ആയിക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പൊ കല്ല് പറയും, ആലോചിച്ചിട്ട് ശരി ചെയ്തോളൂ, ഞാൻ സമ്മതമാണെന്ന് പറയും. അപ്പൊ ശില്പി പറയും, നിനക്ക് വേദന എടുക്കും, വേദന സഹിക്കാൻ തയ്യാറാണോ? കുഴപ്പമില്ല, ഞാൻ വേദന സഹിച്ചോളാം, എനിക്ക് ശില്പമാവാലോ, സന്തോഷത്തിന്റെ ഉള്ളിൽ. അപ്പൊ ഈ ശില്പി എന്തോ ഈ കല്ലെടുത്തിട്ട് ഒരു മരത്തിന് ഇവിടെ വെച്ചിട്ട് തറയിൽ വെച്ചിട്ട് കുത്താൻ തുടങ്ങി. അപ്പൊ കുത്തുന്നതാണ് ഉളിയും ചുറ്റിയാണ്, മനസ്സിലായില്ലേ? നല്ല മൂർച്ചയുള്ള ഉളിയും ചുറ്റിയെടുത്തിട്ടാണ് കൊത്തുന്നത്. അതിന്റെ പുറത്തുള്ള ഈ ബാഹ്യമായിട്ടുള്ള അവിടെ ഇവിടെയൊക്കെ മുഴച്ചു നിൽക്കുന്നതല്ല, അതാണോ കരിങ്കല്. അപ്പൊ അതിനെയൊക്കെ ബാഹ്യമായിട്ടുള്ളതെല്ലാം കൊത്തി കളഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വളരെ മനോഹരമായിട്ട് ശില്പമായി മാറും, അല്ലെ? അപ്പൊ അങ്ങനെ ഈ ചുറ്റിയാണ് കുറെ കൊത്തി കഴിഞ്ഞപ്പോൾ ഈ ശില്പി ചോദിക്കും, കല്ല് നിനക്ക് വേദന എടുക്കുന്നുണ്ടോ? വേദന എടുക്കുന്നുണ്ട്, ഞാൻ നിർത്തണോ? വേണ്ട, കൊത്തിക്കോളൂ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മതി നിർത്തിക്കൊണ്ട്, എനിക്ക് വേദന എടുക്കുന്നു, ഈ സഹിക്കാൻ പറ്റുന്നില്ല, മതി നിർത്തി. ശില്പി എന്ത് ചെയ്തു? കുഴപ്പമില്ല, അതവിടെ ശില്പിയുടെ അടുത്ത വഴി നോക്കി ശില്പി പോകും. അപ്പോഴാണ് നോക്കുമ്പോ കുറച്ചൊക്കെ മാറി കഴിയുമ്പോൾ വേറൊരു കല്ല് കാണും, വളരെ മനോഹരമായിട്ടൊരു കരിങ്കല്ല്, നല്ലൊരു ഇത് കാണുമ്പോൾ ശില്പി ഈ കല്ലിനോട് അത് തന്നെ ചോദിക്കും, കല്ല് ഞാൻ കൊത്തി നല്ലൊരു മനോഹരമായിട്ടുള്ള ശില്പമാക്കി മാറ്റാം, നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കും. അപ്പൊ പറഞ്ഞു, കുഴപ്പമില്ല, സമ്മതമാണ്. അപ്പൊ പറയും, ഇതുപോലെ മറ്റേ കല്ലിനോട് പറഞ്ഞ പോലെ തന്നെ ഈ ശില്പി എന്ത് ചെയ്യും? നിനക്ക് വേദന എടുക്കും, സഹിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കും. അപ്പൊ പറയും, കുഴപ്പമില്ല, ഞാൻ സഹിക്കാൻ തയ്യാറാണ്, എനിക്ക് എന്നെ ശില്പമാക്കിയാൽ മതി എന്ന് പറയും. അപ്പൊ ഇതെല്ലാം കൊത്തിക്കൊണ്ട് ഇങ്ങനെ അതിന്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം കൊത്തി കളഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇടയ്ക്ക് ചോദിക്കും, നിനക്ക് വേദന എടുക്കുന്നുണ്ടോ? ഞാൻ നിർത്തണോ? അപ്പൊ കല്ല് പറയും, വേദന എടുക്കുന്നുണ്ട്, എന്നാലും നിർത്തണ്ട, കൊത്തിക്കോളൂ, ഞാൻ ആ വേദന സഹിച്ചോളാം എന്ന് പറയും. അപ്പോ ആ ശില്പി എന്ത് ചെയ്തു? ആ ശില്പി ആ കല്ലിനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേവശില്പമാക്കി മാറ്റി. എന്നിട്ട് ശില്പി എന്ത് ചെയ്തു? അത് അവിടെ കണ്ട ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ട് ശില്പി അതേക്ക് നടന്നു പോകും. അപ്പോഴാണ് ഈ പറയുന്ന ഈ ശബരിമലയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഒരു ഇതുണ്ടല്ലോ, എല്ലാവരെങ്കിലും തേങ്ങ ഉണ്ടാവും. തേങ്ങ കൊണ്ടാണല്ലോ ഈ ശബരിമലയ്ക്ക് പോകുന്നവർ എവിടെ കണ്ടാലും തേങ്ങ അടിക്കും. അപ്പൊ അങ്ങനെ ഈ ഗുരുസ്വാമി നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ശില്പം ഇരിക്കണം, വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേവവിഗ്രഹം. അപ്പൊ അദ്ദേഹം അതിനടുത്ത് പുഷ്പാർച്ചനയും അഭിഷേകവും ധൂപാരതിയും നെയ്യാൾക്ക് അരതിയൊക്കെ കാണിച്ച് അവസാനം തേങ്ങ അടിക്കാൻ നോക്കി കഴിഞ്ഞപ്പോ എന്താ? തേങ്ങ അടിച്ച് പൊട്ടിക്കാനുള്ള കരിങ്കല്ലില്ല, ഇവിടെയൊന്നും കണ്ടില്ല. അപ്പോഴാണ് അപ്പുറത്ത് പകുതി ശില്പമായിട്ടുള്ള ഒരു കല്ലിരിക്കണം, അതിനെടുത്ത് മറിച്ചിട്ടിട്ട് അതിനകത്ത് ഈ ഗുരു അടിച്ചവരോട് എന്താ സംഭവിച്ചേ? ഈ വരുന്നവർ എന്ത് ചെയ്തു? ഈ കരിങ്കല്ല് കൊണ്ട് ഈ ശില്പത്തിന്, അതായത് പകുതി പൂർത്തിയായ ശില്പത്തിന് അടിക്കാൻ തുടങ്ങി, അല്ലെ? അപ്പോ എന്താ സംഭവിച്ചവിടെ? കുറച്ച് വേദന സഹിക്കാൻ തയ്യാറാകാത്ത ആ ശില്പം ജീവിതകാലം മുഴുവനും അടികൊണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. പക്ഷെ കുറച്ച് വേദന സഹിക്കാൻ തയ്യാറായ ആ കരിങ്കലിന് എന്ത് സംഭവിച്ചു? അതിന് പുഷ്പാഭിഷേകം, ധൂപ, പിന്നെ മറ്റ് അർച്ചനകള്, ദീപാരാധന,
എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. കുറച്ച് വേദന സഹിക്കാൻ തയ്യാറുള്ളൂ, മറ്റേ കല്ലിനേക്കാളും ഈ കല്ല് അല്ലെ. ഇതുപോലെ തന്നെയാണ് ഏതൊരു പ്രസ്ഥാനത്തിലും നേതാക്കന്മാരുണ്ടാവും. ഈ നേതാക്കന്മാർക്ക് അവര് നമ്മളെ പോലെ തന്നെ എല്ലാവരും എല്ലാം ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവരൊന്നും അല്ലല്ലോ. ഇവിടെ ഈ പറയുന്ന പോലെ ഈ ആദ്യത്തെ ആ ആള് നമ്മളെ പറയുന്ന ആള് ഗുരു, ആ ഗുരുവാണ് നമ്മളെ കൊത്താനായിട്ട് ശ്രമിക്കുന്നത്. ഞാനൊരു മറ്റേന്റെ കണക്ട് ചെയ്ത് പറയാണ്. അപ്പൊ ഗുരുവിന്റെ അടുത്ത് ശിക്ഷപ്പെട്ട ഒരു ശിഷ്യൻ, ആ ശിഷ്യന് നമ്മളെ ഈ കരിങ്കലിന്റെ ബാക്കി ഭാഗങ്ങൾ കളഞ്ഞതുപോലെ ഈ ഗുരു നമ്മളെ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് രാവിലെ മംഗളാരതി ചെയ്യണം പറയില്ലേ, പൂജകളൊക്കെ ചെയ്യണം, ഭഗവാൻ നേദ്യം കൊടുക്കണം, ഭഗവാനെ പുഷ്പാർച്ചന ചെയ്യണം, ഭഗവാനെ പിന്നെ അഭിഷേകം ചെയ്യണം, വെളുപ്പിന് 3:30 മണിക്ക് എണീക്കണം, ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കണം. ഇതൊക്കെ ശരിക്കും ആക്ച്വലി നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്ക് വേദനാജനകമാണ് അല്ലെ, ശരിയല്ലേ? രാവിലെ വെളുപ്പിന് 5:30ക്കും 6 മണിക്കൊക്കെ എണീക്കുന്ന ആൾക്കാർക്ക് വെളുപ്പിന് 3:30 മണിക്ക് എണീറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ട് നാമം ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേദനാജനകമാണ്, ശരിയല്ലേ? അപ്പൊ വേദനാജനകമായ ആ സാധനം നമ്മൾ വേദന സഹിക്കാൻ തയ്യാറായാലേ നമുക്ക് ഇതുപോലെയുള്ള നമ്മളെ മറ്റേ കല്ലിൽ നമ്മളാരെയും പൂജിക്കാൻ വേണ്ടി പറഞ്ഞല്ല, നമ്മുടെ ആധ്യാത്മിക പുരോഗതി കറക്റ്റ് ആയിട്ട് കിട്ടും. അതിനാണ് നമ്മുടെ ഗുരു നമ്മളെ സഹായിക്കുന്നത്. ശരിയാണ് ഞാൻ പറയുന്നത്. ഞാൻ മറ്റേ കഥയുമായിട്ട് ഇന്ന് കമ്പൈൻ ചെയ്തതാണ്. അപ്പൊ നമ്മള് കുറച്ച് വേദന സഹിക്കാൻ തയ്യാറാവണം. അപ്പോഴാണ് നമ്മുടെ ഈ ഗുരു പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാൻ തയ്യാറാണ്. അതാണ് ശാസ്ത്രവിധി എന്ന് പറയുന്നത്. ശാസ്ത്രവിധിയുടെ അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഗുരു പറഞ്ഞു തരുന്ന ശാസ്ത്ര വിഹിതങ്ങളാണ്, ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ കണക്ട് ചെയ്ത് പറയാണ്. അപ്പൊ നമ്മളില് പല ആൾക്കാരും നമ്മുടെ ഗുരുക്കന്മാര്, പല രീതിയിലുള്ള ഗുരുക്കന്മാരുണ്ടാവും. ശിഷ്ടാഗുരുക്കന്മാരുണ്ടാവും, ദീക്ഷാഗുരുക്കന്മാരുണ്ടാവും, അല്ലെങ്കിൽ വേറെ പല കോഴ്സുകൾ പഠിപ്പിച്ച ഗുരുക്കന്മാർ. ഇവരെല്ലാവരും നമ്മളെ ഗുരുക്കന്മാരാണ്. ഇവര് നമ്മളെ ചീത്തയാവാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പറഞ്ഞു തരുന്നത്. അല്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അവർ പറയുന്നത് അനുസരിച്ചാൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ടുള്ള പ്രയാണം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ശിഷ്യനെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. ഏതൊരു പ്രസ്ഥാനത്തിലും നേതാക്കന്മാരുണ്ടോ, നേതാക്കന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ കല്ലേറും ചെളിവാരി എറിയലും എല്ലാം കിട്ടും. കാരണം ഈ അണികൾ എത്ര ഉണ്ടോ, അവരുടെ അണികളുടെ പല റേഞ്ചിലുള്ള അണികളായിരിക്കും. ചിലർ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള അണികളുണ്ടാവും, ചിലർ ക്വാളിഫൈ അല്ലാത്തവരുണ്ടാവും. പക്ഷെ ഇവരെല്ലാം ഈ ചെളിവാരി എറിയുന്നത് ആരെയായിരിക്കും? എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചിട്ട് നേതാക്കന്മാരെ എന്ത് പറയും? നീ അത് ചെയ്ത് ശരിയല്ല, നീ ഇത് ചെയ്തത് ശരിയല്ല, നിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, നീ അതല്ല, നീ ഇതല്ല. ഇത് ആരോടാ പറയുന്നത്? നമ്മളെ നേതാവിന്. അപ്പൊ ആ നേതാവ് എന്താ ചെയ്യേണ്ടത്? ആക്ച്വലി നേതാവ് എന്താ ചെയ്യേണ്ടത്? നമ്മളെ പറ്റി ഒരാൾ കുറ്റം പറഞ്ഞു, നീ സത്യസന്ധനല്ലടാ, നീ വളരെ കള്ളനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് ആലോചിക്കണം, അയാൾ പറഞ്ഞത് ശരിയാണോ, നമ്മൾ കള്ളനാണോ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരുത്താൻ തയ്യാറാവണം അല്ലെ. നമ്മൾ ആറ്റിറ്റ്യൂഡ് തിരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ അണികളെ പിടിച്ചു നിർത്താനും, അല്ലെങ്കിൽ അണികളെ പിടിച്ച് ആ ഒരു പ്രശ്നം തീർത്താൽ പിന്നെ ആരെങ്കിലും നമ്മളെ കള്ളാന്ന് പറയൂ. ഇപ്പൊ വേറെ ആൾ പറയും, നീ വിശ്വാസവഞ്ചകനാണ്, നീ ചതിയനാണ്, നീ വിശ്വാസവഞ്ചകനാണ് എന്ന് പറഞ്ഞാൽ ആ നേതാവ് എന്താ ചിന്തിക്കേണ്ടത്? എന്നാ ശരി, ഞാൻ നേതാവാണ്, എന്നാ ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് അവനെതിരെ നീങ്ങുകയാണോ വേണ്ടത്? ആക്ച്വലി അല്ല. ശരിയായ നേതാവ് അതല്ല ചെയ്യേണ്ടത്. അദ്ദേഹം എന്ത് ചെയ്യണം? റീതിങ്ക് ചെയ്യണം. ഞാൻ ചെയ്തത് തെറ്റാണോ, ഞാൻ ചതിച്ചോ, ഞാൻ വിശ്വാസവഞ്ചന ചെയ്തോ എന്ന് ചിന്തിച്ച് സ്വയം മനസ്സിലായാൽ എന്ത് ചെയ്യണം? അത് തിരുത്തുക. അത് തിരുത്തി കഴിഞ്ഞാൽ എന്തായി? ഈ കുറ്റം പറയുന്നേക്കാൾ ഒരുപടി മുന്നിൽ ആരായി? ഈ നേതാവായി അല്ലെ. അങ്ങനെ ഈ ചെളിവാരി എറിയുന്ന ഓരോ ആളുകളും പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ആ നേതാവ് എന്താ ചെയ്യേണ്ടത്? അവനിലുള്ള ആ തെറ്റുകൾ തിരുത്താൻ തയ്യാറാവുക അല്ലെ. അപ്പൊ ആ ഒരു പോയിന്റ് മനസ്സിലായി. നമ്മളെ പോലെയുള്ള ശിഷ്യന്മാരുടെ കാര്യം മനസ്സിലായി. നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്കാർ ഒരുപാട് ചെളി വാരി എറിയും. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെളി വാരി എറിയുന്നത് കേൾക്കുന്നത് കേൾക്കുന്ന ആൾ അദ്ദേഹമായിരിക്കും അല്ലെ. നമ്മളൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതല്ലേ. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ ഈ ശിഷ്യൻ ചെയ്ത പോലെ തന്നെ ഈ നേതാവും അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ള കുറ്റങ്ങൾ സ്വയം വിശകലനം ചെയ്തിട്ട് അദ്ദേഹം തിരുത്താൻ തയ്യാറാവണം. എന്നാ അണികളെല്ലാവരും കൂടെ നിൽക്കും. അല്ലെങ്കിൽ അണികളുടെ പാട്ടിന് പോകും, പല രീതിയിലും പല വഴിക്കും പോകും. അപ്പൊ അതുപോലെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ നടന്ന കഥ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എന്റെ വീട്ടിൽ എന്റെ അച്ചാമ്മയുണ്ട്, അച്ഛൻ്റെ അമ്മ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛമ്മ. അപ്പൊ രാവിലെ വെളുപ്പിന് 5 മണിക്ക് എന്നെ വിളിച്ചെടുപ്പിക്കും. ഞങ്ങൾ 3 പേരാണ്, 2 അനിയത്തിമാരും മൂത്തത് ഞാൻ. അപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചെടുപ്പിക്കുന്നത്. ഞങ്ങൾക്കൊന്നും ആ സമയത്ത് ഉറക്കത്തിന്റെ കൂടായിരിക്കും, പഠിക്കാനൊന്നും വലിയ ഇതൊന്നും ഇല്ലെങ്കിലും അച്ഛൻ എന്തായാലും 5 മണിയാകുമ്പോൾ അച്ഛൻ വിളിച്ചെടുപ്പിക്കും. പിന്നെ അമ്മ ആ സമയത്ത് ഓരോ കട്ടൻ ചായയും കൊണ്ടുവന്ന് തരും. ഇത് കുടിച്ചോളുക, ഇരുന്ന് പഠിച്ചോളുക 6 മണി വരെ.
ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും കൂടി സംസാരിക്കാൻ പോലും അനുവദിക്കില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ ഉറങ്ങുന്നു, ഇതൊക്കെ ഇതിനകത്ത് സ്വാഭാവികമാണ്. അപ്പോ ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ കിടന്നിട്ട് ഉറങ്ങിപ്പോയി. അച്ഛൻ കണ്ടു വന്നിട്ട് എന്നെ പല പ്രാവശ്യം അച്ഛൻ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അവസാനം അച്ഛന് എതിരില്ലാണ്ടായി അച്ഛൻ പടിയെടുത്തുകൊണ്ട് വന്നിട്ട് രാവിലെ തല്ല. അപ്പൊ അച്ഛാവ ഇറങ്ങി ഓടി വന്നു. നീ എന്തിനാണ് ഞാൻ തല്ലണത്? ഈ ഇത്ര വെളുപ്പിന് കുട്ടികളെ ഇവിടെ കിടന്നുറങ്ങേണ്ടതിനൊരു. അപ്പോ അതിനുശേഷം പിന്നീട് അച്ഛാമ്മ ആലോചിക്കുകയാണ്, എനിക്ക് അച്ഛാമ്മയ്ക്ക് 4 മക്കളാണ്, അതിൽ ഒരാളാണ് എൻ്റെ അച്ഛൻ. ഈ അച്ഛാമ്മ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, വിളിച്ചെണ്ണിപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ പഠിക്കാൻ വേണ്ടി യാതൊരുവിധ കാര്യങ്ങളും ഉപദേശിച്ചു കൊടുത്തിട്ടുമില്ല. പിന്നീട് അച്ഛാമ്മ ഉപദേശിക്കുകയാണ്, ഈ നിന്റെ അമ്മ നിങ്ങളോട് ചെയ്യുന്ന പോലെ ഞാൻ എൻ്റെ മക്കളോട് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ മക്കളൊക്കെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടി പോയേനെയല്ലോ. ഞാനിപ്പോ നിന്റെ അമ്മയൊക്കെ ഞാൻ അസൂയപ്പെടുകയാണ്. നിങ്ങളെയൊക്കെ വിളിച്ചെണീപ്പിച്ച് പഠിപ്പിക്കാൻ അമ്മ ചായ കൊണ്ടുവന്നിരുന്നു, അച്ഛൻ തല്ലുന്നു പഠിക്കാത്തതിന്. അപ്പൊ അച്ഛമ്മയ്ക്ക് 4 വീട്. എൻ്റെ അച്ഛൻ FACയിലായിരുന്നു, വിദ്യാഭ്യാസം കുറവായിരുന്നു. പക്ഷെ അദ്ദേഹം ഏറ്റവും 9ാമത്തെ ആളായിരുന്നു. ലാസ്റ്റ് റിട്ടയർ ചെയ്ത് പോയി കഴിയുമ്പോൾ 9ാമത്തെ ആൾ. അന്ന് അദ്ദേഹം DGM ലെവലിൽ എത്തുന്നതാണ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ 10ാം ക്ലാസ്സേ ഉള്ളൂ, അതുകൊണ്ട് ആ ലെവലിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ അന്ന് അച്ഛാമ്മ പറയും, അന്നാണ് അച്ഛാമ്മ പറഞ്ഞത്, അച്ഛൻ ഇങ്ങനെ പറയും, എന്റെ പ്രൊമോഷനൊക്കെ പോയി, എല്ലാം ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് എല്ലാം തിരസ്കരിക്കപ്പെട്ടു. എന്നാലും അദ്ദേഹം ഒരു ലെവലിൽ എത്തിയിട്ടാണ് റിട്ടയർ ആയത്. അതിന്റെ പെൻഷൻ അമ്മയ്ക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ആ അച്ഛാമ്മ അന്നാണ് റിയലൈസ് ചെയ്തത്, എന്ത്, ഞാൻ എൻ്റെ മക്കളെ, നിന്റെ അമ്മ നിന്നെ പഠിപ്പിക്കാൻ എണീപ്പിക്കുന്നത് പോലെ എൻ്റെ പിള്ളേരെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ വേദനാജനകമാണ്. അപ്പൊ അമ്മയ്ക്ക് സ്വന്തം മക്കളോടുള്ള ആ ഒരു വാത്സല്യം കാരണമാണ് ഇത് വിളിച്ചെണീപ്പിക്കാണ്ടിരുന്നതും അതുപോലെ കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ ആ അച്ഛാമ്മ റിയലൈസ് ചെയ്തത്, ഞാൻ എൻ്റെ മക്കളെ വിളിച്ചെണീപ്പിച്ചിട്ട് തെറ്റുകൾ കണ്ടാൽ തല്ലുകയും പഠിക്കാനുള്ള സമയത്ത് പഠിച്ചില്ല എങ്കിൽ ഞാൻ അവരെ ഗുണദോഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എൻ്റെ മക്കൾ 4 പേര് നല്ല രീതിയിൽ എത്തിപ്പോയേനെ. അല്ല 4 പേർക്ക് ഗവൺമെന്റ് ജോലിയായിരുന്നു. പക്ഷെ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വളരെ ഉയരയിൽ എത്താൻ പറ്റിയില്ല. ആ ഒരു മനസ്താപം ആ അച്ഛാമ്മയുടെ ഉള്ളിലുണ്ട്, അല്ലെ? അപ്പൊ അതുപോലെ എൻ്റെ അച്ഛാമ്മ പറഞ്ഞതുപോലെ നിന്റെ അമ്മ നിങ്ങളെ ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ, അതുപോലെ നമ്മൾ സ്വയം തിരുത്താൻ തയ്യാറാവണം. നമ്മളിലുള്ള കാര്യങ്ങൾ തെറ്റുകൾ പറ്റിയാൽ നമ്മൾ ആ തെറ്റ് തിരുത്താൻ തയ്യാറാണ്, സ്വയം അനലൈസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇത് പറഞ്ഞത്. ഇവിടെ വേറൊരു സംഭവം ഉണ്ട്. ഇപ്പൊ 2 കാര്യം പറഞ്ഞിരിക്കുന്നത്, ശാസ്ത്രവിധികളുടെ കാര്യം പറയുന്നു, കൂടാതെ ഭഗവാൻ എന്താ പറയുന്നത്, വേറൊരു കാര്യം. ഇതൊന്നും പാലിക്കാതെ അദ്ദേഹം സ്വന്തം മനസ്സിൽ, സ്വന്തം ദൃഢവിശ്വാസത്തോടെ, യാതൊരു കളങ്കവും ഇല്ലാതെ, ആത്മാർത്ഥമായിട്ട് ഭാവത്തോടു കൂടി ഭഗവാനെ സേവ ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെയാ സംഭവിക്കുന്നത്? ഇതൊക്കെ എന്ന് വെച്ചാൽ ശാസ്ത്രവിഹിതങ്ങൾ നമ്മൾ മാറ്റിവെക്കാൻ പറഞ്ഞില്ല. അതുകൊണ്ട് വ്യാസമുനിയും അതുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ശാസ്ത്രങ്ങളും വിഹിതങ്ങളും ഭഗവാൻ പറഞ്ഞിരിക്കുന്നതും ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നത് പഠിക്കാനും മനസ്സിലാക്കാനുമാണ്. അതനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷെ ചില PhD കൊടുക്കണായിട്ടുണ്ടോ ചില ആൾക്കാർക്ക്, ഓണററി PhD, ഒരു ഗ്രന്ഥം സമർപ്പിക്കില്ല, ഒന്നുമില്ല. പക്ഷെ അവരുടെ സമൂഹത്തിലെ നിലനിൽപ്പും നടപ്പും മറ്റു കാര്യങ്ങളും നല്ലതാണെന്ന് കണ്ട ചില യൂണിവേഴ്സിറ്റികൾ, ഇപ്പൊ യേശുദാസിന് ഓണർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അല്ല ഡോക്ടർ യേശുദാസ് അല്ലേ, അദ്ദേഹത്തിന് ഓണർഷിപ്പ് കൊടുത്തത് ഈ ഓണററി ഓണർഷിപ്പാണ്, അല്ലെ? അപ്പൊ അത് ശരിയല്ലേ? അപ്പൊ അങ്ങനെ ചില ആൾക്കാർക്ക് ഓണററി ഓണർഷിപ്പ് കൊടുക്കും. പൂന്താനം തിരുമേനി നമുക്കറിയില്ല, എനിക്കറിയില്ല അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അതുപോലെ ഇപ്പൊ പൂന്താനം തിരുമേനി, കുറൂരമ്മ, അല്ലെ, ഇവരൊക്കെ പരമ്പരയിലുണ്ടോ ഒന്നും നമുക്കറിയാൻ പാടില്ല. ഒരു ഡോക്ടറേറ്റ് കൊടുത്തേക്കുന്ന ആൾക്കാരാണ്, അല്ലെ, ഭക്തന്മാരായിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവര് അതൊരു ഒരു കഥയില്ലേ, സമയത്ത് അച്ഛൻ എവിടെ പോയി, പിന്നെ പൂജ ചെയ്യാൻ അച്ഛൻ ഈ മകനെ ഏൽപ്പിച്ചിട്ടോ, അങ്ങനെ ഒരു കഥയില്ലേ? അതൊരു ആ ഒരു പാട്ടുണ്ടല്ലോ, ആ ഗുരുവായൂരപ്പന്റെ തിരുവാകൃതീന്ന് ഉരുളി നിറച്ചും പാച്ചോറ് വച്ചു, കദളിപ്പഴം വച്ചു, പഞ്ചാര നേരിച്ചു, തുളസി പൂവിട്ടു ഞാൻ പൂജിച്ചു, ഭഗവാൻ ഇതെന്തേ കഴിക്കാത്തു, ഒരു പഴം പോലും എടുക്കാത്തു. ആ പാട്ട് കേട്ടല്ലേ? എത്ര അർത്ഥവത്തായി നടന്ന കഥയാണത്. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? ഈ ഉണ്ണിക്കണ്ണൻ 10 വയസ്സോ 8 വയസ്സോ പ്രായമുള്ളൂ. അച്ഛൻ പോയി. അപ്പൊ അച്ഛൻ ഈ കുട്ടിയെ നേദ്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോണത്. നേദ്യം കൊടുക്കാൻ ഈ നേദ്യമായിട്ട് അകത്ത് കയറിയിട്ട് ഈ ഉണ്ണിക്കണ്ണന് എന്താ സംഭവിച്ചു? ഭഗവാൻ ഇതാണ്, ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഭഗവാന്, ഞാൻ കൊണ്ടുവച്ചത്. അപ്പൊ പറയില്ല അതിനകത്ത്,
പൂജ പിഴച്ചിട്ടോ മന്ത്രം പിഴച്ചിട്ടോ അത് പൂജാരിയായി ഞാൻ വന്നിട്ടോ എനിക്ക് സങ്കടം വരും. അപ്പോ ആ കുട്ടി, ആ 8 വയസ്സുള്ള ആ കുട്ടി എത്ര ആ കുട്ടി ഭാവത്തോടു കൂടിയാണ് ആ ഭഗവാനോട് സംസാരിക്കുന്നത്. ശരിയല്ലേ? എനിക്ക് തന്നെ കരച്ചിൽ വരണം. അപ്പൊ നമ്മുടെ ഭാവം ഭഗവാൻ വളരെ പ്രധാനമാണ്. അതാണ് ഭാവഗ്രാഹി ജനാർദ്ദൻ എന്ന പേര് വന്നിരിക്കുന്നത്. ഭാവഗ്രാഹി. നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെ എന്ത് ചെയ്യുന്നില്ല എന്നുള്ളതല്ല വിഷയം. നമ്മൾ ഏത് ഭാവത്തിലാണ് ഭഗവാനോട് ഇടപഴകുന്നത്. ആ കുട്ടി വിളിച്ചു പറയും, എനിക്ക് അങ്ങ് ഉരുളി ഉരുട്ടി കഴിക്കുന്നത് എനിക്കൊന്ന് കാണണം, അതിനു വേണ്ടിയിട്ടാണ്. അങ്ങ് ചെറിയ കഴിച്ചില്ലെങ്കിൽ അങ്ങടെ ഉണ്ണി വയറ് വിശക്കൂല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരുപാടുണ്ട്. നല്ല രസമാണത്. ഞാനത് ഇടയ്ക്ക് കേൾക്കാറുണ്ട്, എന്റെ മൊബൈലിൽ കിടക്കുന്നുണ്ട്. അപ്പോ ഇവിടെ എന്താ സംബന്ധിച്ചു നമ്മുടെ ഭാവം, ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആ കുട്ടിക്ക് ഒന്നും അറിയില്ല. അച്ഛൻ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഈ കുട്ടിയോട് പറഞ്ഞേക്കണ എന്താ ഡ്യൂട്ടി? അച്ഛൻ പറഞ്ഞേക്കണത് നീ ഭഗവാൻ നേദ്യം കൊടുക്കണം, എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലത്ത് പോകാനുണ്ട്, അതുകൊണ്ട് നീ ഭഗവാൻ നേദ്യം കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിക്കാണ് ഇതെല്ലാം കൊണ്ട് പായസവും ഇതെല്ലാം വെച്ചുകൊണ്ട് കൊടുത്തിട്ട് ഭഗവാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഉണ്ണിക്കണ്ണാണെങ്കിൽ ആകെ വിഷമമായി. അയ്യോ, ഞാൻ ഇനി പൂജാരിയായിട്ട് വന്നോണ്ടാണോ, ഇനി മന്ത്രം പഠിച്ചിട്ടാണോ, പൂജ പഠിച്ചിട്ടാണോ എന്നൊക്കെ ചോദിച്ചിരിക്കുമ്പോ പിന്നെന്താ വെച്ചാ ഭഗവാൻ ഇറങ്ങി വന്നിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാരി ഉണ്ണിക്കണ്ണൻ ഭഗവാൻ കൊടുക്കുന്നു, ഭഗവാൻ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നു. അപ്പോ എല്ലാം കഴിഞ്ഞ സന്തോഷത്തോടെ പിരിഞ്ഞു കഴിഞ്ഞപ്പോ പൂജ കഴിഞ്ഞ് കുട്ടി പുറത്തിറങ്ങുമ്പോ എന്താ വീട്ടിൽ കൊണ്ടുപോകാൻ ഒന്നുമില്ല, എല്ലാം കഴിച്ചു രണ്ടുപേരും കൂടി. അപ്പൊ അച്ഛൻ പിടിച്ചു, എടാ നീ ഇതെല്ലാം കഴിച്ചില്ല, അകത്തിരുന്ന് നീ മുഴുവൻ തിന്നു തീർത്തു, നിന്റെ റീലൊക്കെ ഉണ്ടല്ലോ മൊത്തത്തില്. അല്ല അച്ഛൻ, ഞാനും ഉണ്ണിക്കണ്ണനും കൂടി ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും കൊണ്ട് വാരി കഴിച്ചു. അച്ഛനാകെ അവിടെ മടിയെടുത്തു തല്ലാനായിട്ട്. അപ്പോഴാണ് പുറത്തുനിന്ന് മണിയടി ശബ്ദം, ഒരു അശരീരം വരണു, ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചതാണ്, ആ കുട്ടിയെ തല്ലണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ എന്താ സംഭവിച്ചു? ഇവിടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ എവിടെ പോയി? നമ്മൾ ഭഗവാന്റെ ഭാവഗ്രാഹി ആകണം ശരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ശാസ്ത്ര ഗ്രന്ഥങ്ങളൊന്നും പിന്തുടരണ്ടെന്നല്ല ഇവിടെ പറഞ്ഞിട്ടില്ല. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ശാസ്ത്ര ഗ്രന്ഥങ്ങളെ പിന്തുടരണം. പക്ഷെ ഇതുപോലെയുള്ള റെയർ കേസുകളിൽ എന്താ സംഭവിക്കുന്നത്? ഭഗവാൻ ഓണററി ഡോക്ടറേറ്റ് കൊടുക്കുകയാണ്. പൂന്താനത്തിനൊക്കെ കൊടുത്ത പോലെ കുറൂരമ്മ, വില്ലുമംഗലത്ത് സ്വാമിയാര്, ഇവർക്കൊക്കെ ഭഗവാൻ ദർശനം കൊടുത്തിട്ടുണ്ട് അല്ലേ? അല്ലേ? അതുപോലെ ഈ ഉണ്ണിക്കണ്ണനും ഭഗവാൻ ദർശനം കൊടുത്തു, ഓണററി ഡോക്ടറേറ്റ് കിട്ടിയ പോലെ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും, എന്ത് ഭഗവാന് വേണ്ടി സമർപ്പിച്ചാലും നമ്മൾ യാന്ത്രികമായിട്ട്, എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും, ഞാനൊക്കെ വേറെ യാന്ത്രികമായിട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഭഗവാനുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് വന്നിട്ടില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് എന്റെ മനസ്സിലുള്ളത്. പക്ഷെ അങ്ങനെ ആവരുത്. നമ്മളെ ഭാവഗ്രാഹി ജനാർദ്ദനാണ് ഈ കുട്ടിയെ പോലെ. കൊച്ചുകുട്ടി, ആ കുട്ടിക്ക് ഒന്നും അറിയില്ല, ഗ്രന്ഥങ്ങളെ കുറിച്ചൊന്നും അറിയില്ല, ഒന്നും അറിയാൻ പാടില്ല. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? ആ കുട്ടിയുടെ ഇതിനകത്ത് ഭഗവാൻ ആത്മാർത്ഥമായിട്ട് ആ കുട്ടിയുടെ കൂടെ ഇറങ്ങി വന്ന് രണ്ടുപേരും കൂടി ഭക്ഷണം കഴിച്ചു അല്ലെ? അപ്പൊ നമ്മുടെ ഭാവം എപ്പോഴും ആ രീതിയിലായിരിക്കണം അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ സമയം ഉണ്ടോ? എത്ര? 1:05. അപ്പൊ സമയമുണ്ടല്ലേ? ഓക്കെ. അപ്പൊ നമ്മളെപ്പോഴും ഈ പറയുന്ന ശാസ്ത്ര ഗ്രന്ഥങ്ങളെ വേണ്ടെന്നല്ല പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ രണ്ടും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ശാസ്ത്ര ഗ്രന്ഥങ്ങൾ അടികുറിച്ച് തന്നെ നമ്മുടെ ഗുരു പറഞ്ഞിരിക്കുന്ന ശാസ്ത്ര ഗ്രന്ഥങ്ങളെ കോട്ട് ചെയ്ത് മുന്നോട്ട് പോകാനാണ്. അപ്പൊ നമ്മുടെ ഗുരുക്കന്മാര് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങള് നമ്മൾ അക്ഷരം പ്രതി അനുസരിക്കണം. ഞാൻ ഈ ശില്പിയുടെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ വേദനാജനകമായിരിക്കും. അല്ലെങ്കിൽ ഒരു നേതാവിനെ നമ്മൾ ചെളിവാരി എറിയുന്നു, നിങ്ങൾ ശരിയല്ല, നിങ്ങൾ ചതിയനാണ്, നിങ്ങൾ വഞ്ചകനാണ്, നിങ്ങൾ നുണയനാണ്, നിങ്ങൾ അതാണ് ഇതാണെന്ന് പറയുമ്പോ ആ നേതാവ് എന്താ ചിന്തിക്കേണ്ടത്? സ്വയം അനലൈസ് ചെയ്യണം. ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ? ശരിയാണെങ്കിൽ നാളെ തിരുത്തണ്ടേ? അതുപോലെ തന്നെയാണ് ഈ പറയുന്നത് ആ ശിഷ്യന് ഇതുപോലെ എന്ത് പറഞ്ഞ ഗുരു പറഞ്ഞേക്കണം, അതുപടി അനുസരിക്കണം. അനുസരിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തിന് എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യം പറഞ്ഞ ദിവ്യജ്ഞാനം, ആ ജ്ഞാനം എന്താ? ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണെന്നും ഞാൻ ഈ ജന്മത്തിൽ ഞാൻ ഈ ക്വാളിഫിക്കേഷൻ നേടിയില്ലെങ്കിൽ ഞാൻ ഇനിയും ഈ സൈക്കിളിന്റെ പച്ചക്കരം കിടക്കുന്ന പോലെ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, 84 ലക്ഷം ജീവജാലങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആയിപ്പോകരുത് എന്നുള്ളൊരു തൊഴിലോട് വരുന്നുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കുക. നമ്മളെ ഗുരു എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ അനുസരിക്കുക, നമ്മൾ അംഗീകരിക്കുക അല്ലെ? അതനുസരിച്ച് പ്രവർത്തിക്കുക. പിന്നെ ഈ പ്രവർത്തനം ഇപ്പൊ നമ്മൾ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ ഇടയ്ക്ക് പറയാറില്ല, എല്ലാ പ്രാവശ്യവും ഞാൻ പറയാറുണ്ട്, ഒരു കുടിയന്റെ കഥ ഞാൻ പറയാറുണ്ട് അല്ലെ? ശരിക്കും നമ്മള് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മള് പ്രവർത്തി പദത്തിലേക്ക് കാണണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളോടെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ഇത് പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത്.
ഞാൻ ഇടയ്ക്ക് പറയാൻ ഞാൻ ഒന്നും കൂടി പറയാമത് നിങ്ങൾക്ക് തിരുത്താനുള്ള ഒരു വേദിയും കൂടിയാണ്. അപ്പോ ഈ സ്മോൾ അടിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കിക്കോളൂ നിങ്ങൾ. ഈ സ്മോൾ അടിച്ചാൽ നിങ്ങൾ ഏത് അവയവത്തിനാണ് കേടുപാട് സംഭവിക്കണമെന്ന് ചോദിച്ചാൽ ഉടനെ അയാൾ എണീറ്റ് എന്ന് പറയും. അപ്പൊ തന്നെ പറയും എന്റെ ലിവറിനാണെന്ന് പറയും, അല്ലേ? ശരിയല്ലേ? ഇനി സിസ്റ്റർ വലിക്കുന്നവരോട് ചോദിച്ചു നോക്കിക്കോ, സിസ്റ്റർ വലിച്ചാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ എന്ത് പറയും? എന്റെ ലങ്സിനാണെന്ന് പറയും. അവന്റെ അറിവാണ്. പക്ഷെ ഈ അറിവ് വെച്ചുകൊണ്ട് തന്നെയാണ് അവൻ നാളെയും കുടിക്കും, പിറ്റേയും കുടിക്കും, പിറ്റേ ദിവസം കുടിക്കും, പിറ്റേ ദിവസം കുടിക്കും. അപ്പൊ ഈ അറിവ് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പൊ ഇവൻ എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് അറിവല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് തിരിച്ചറിവാണ് വേണ്ടത്. ഈ അറിവിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിവിലോട്ട് മാറ്റും? അറിവും തിരിച്ചറിവും രണ്ടല്ലേ? നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്, ഞാൻ സ്മോൾ അടിക്കാൻ പാടില്ല, സ്മോൾ അടിച്ചാൽ എന്റെ ലിവർ പോകും എന്നുള്ളത് അവന്റെ അറിവാണ്. ഈ അറിവ് വെച്ചുകൊണ്ട് അവൻ പിന്നെ കുടിച്ചാൽ എന്താ സംഭവിക്കണേ? അവന് അറിവ് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനം ഇല്ല അറിവ് കൊണ്ട്. അപ്പൊ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അറിവ്, നമ്മുടെ ഗുരുപരമ്പരയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അറിവ്, അല്ലെങ്കിൽ നമ്മളെ നേതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഗുരു തുല്യരായിട്ടുള്ള പറഞ്ഞിരിക്കുന്ന അറിവ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അറിവിനെ നമ്മൾ തിരിച്ചറിവിലോട്ട് മാറ്റണം. അതെങ്ങനെ മാറ്റും? തിരിച്ചറിവിലേക്ക് എങ്ങനെ മാറ്റും? അറിവിനെ എങ്ങനെ തിരിച്ചറിവിലേക്ക് മാറ്റും? ശാസ്ത്രഗ്രന്ഥങ്ങളാണ് നമ്മുടെ അറിവ്. ശാസ്ത്രഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടിയ അറിവാണ് നമ്മൾ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നത്. ഈ അറിവിനെ എങ്ങനെ തിരിച്ചറിവിലേക്ക് മാറ്റും? അത് സിമ്പിളാണ്. ഇപ്പൊ ഈ സ്മോൾ അടിക്കുന്ന ആള്, അദ്ദേഹത്തിന് വൈഫുണ്ട്, കുട്ടിയുണ്ട്, അല്ലെ? അദ്ദേഹത്തിന് അച്ഛനും അമ്മയുണ്ട്. അപ്പൊ അദ്ദേഹം ചിന്തിക്കുന്നത്, ഞാൻ സ്മോൾ അടിച്ചാൽ എന്റെ ലിവർ കംപ്ലൈന്റ് ആവും, എന്റെ ലിവർ കംപ്ലൈന്റ് ആയാൽ എന്റെ ആയുസ് കുറയും, എന്റെ ആയുസ് കുറഞ്ഞാൽ പെട്ടെന്ന് മരണപ്പെട്ടാൽ എന്റെ ഭാര്യ എന്റെ കുട്ടികളെ വഴിയാധാരമാകും, അല്ലെങ്കിൽ എന്റെ അച്ഛനും എന്റെ അമ്മയും വഴിയാധാരമാകും. അതുകൊണ്ട് ഞാനിത് കുടിക്കാൻ പാടില്ല. കുടിച്ചു കഴിഞ്ഞാൽ എന്റെ അമ്മയും അല്ലെങ്കിൽ എന്റെ അച്ഛനെയും എന്റെ ഭാര്യയും കുട്ടികളെയും സഹായിക്കാൻ വേറെ ആരുമില്ല എന്ന തിരിച്ചറിവ് ഇവൻ എന്നുണ്ടാവുമോ അന്ന് ഇവൻ ഈ സ്മോൾ അടി നിർത്തുള്ളൂ. ശരിയല്ലേ? അപ്പൊ നമ്മള് എന്താണ് മനസ്സിലാക്കേണ്ടിരിക്കുന്ന ഈ ഒരു കഥയിൽ നിന്ന്? നമ്മുടെ ഗുരുക്കന്മാര്, നമ്മുടെ പല രീതിയിലുള്ള ഗുരുക്കന്മാരുണ്ടാവും. ഈ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കിട്ടിയിരിക്കുന്ന അറിവാണ് നമുക്ക്, അല്ലെ? പല സ്ഥലത്തും കിട്ടിയിരിക്കുന്ന അറിവ്. ഈ അറിവിനെ നമ്മൾ തിരിച്ചറിവിലേക്ക് നമ്മൾ മാറ്റണം. തിരിച്ചറിവിലേക്ക് മാറ്റിയില്ല എങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? അപ്പുറത്തെ അയാൾ മരിച്ചു പോകും, ഇവിടെ ഇപ്പുറത്തെ എന്ത് സംഭവിക്കും? നമ്മളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ കിടന്നായാലും പട്ടിയായിട്ടും പൂച്ചയായിട്ടും പുഴുവായിട്ടും കൃമിയായിട്ടും പഴുതാരയായിട്ടും ഒക്കെ നമ്മളിങ്ങനെ കടന്ന് ഈ ഭൂലോകത്തിൽ കടന്ന് തന്നെ നമ്മളിങ്ങനെ കിടന്നിട്ട് പറയാൻ മനസ്സിലായോ? അങ്ങനെ മതിയോ? അങ്ങനെ പോരാ. അതിനാണ് നമ്മൾ ആചാര്യന്മാർ പഠിപ്പിക്കുന്നത്. നമ്മളെ അറിവിനെ നമ്മൾ തിരിച്ചറിവിലേക്ക് മാറ്റണം. നമ്മളിങ്ങനെ 84 ലക്ഷം ജീവജാലങ്ങളിൽ ഇങ്ങനെ ചുറ്റിത്തിരിയേണ്ടവരാണോ? ചുറ്റിച്ചിരിയേണ്ടവരല്ല. അതുകൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത്. പ്രഭുപാദര് ആ ഒരു കാരുണ്യം കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരുടെ കാരുണ്യം കൊണ്ട് നമ്മൾ ഇവിടെ വന്ന് ഈ പായം വിരിച്ച് നമ്മൾ ഇങ്ങനെ താഴെ ഇരിക്കുകയാണ്. ഇവിടെ ഈ ജില്ലയിൽ എത്രയോ ആളുകളുണ്ട്. നമുക്ക് ഇവരിലേക്കൊക്കെ നമുക്കിത് എത്തിക്കണ്ടേ ഈ ഒരു സന്ദേശം? അതിന് നമ്മൾ വിചാരിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ ഈ എറണാകുളം ജില്ലയിലുള്ള ആൾക്കാര്, തിരുവനന്തപുരത്തുള്ള ആൾക്കാർ ഒന്നും ഇവിടെ പ്രീച്ച് ചെയ്യാൻ വരുമോ? ഇല്ല, നമ്മൾ തന്നെ ചെയ്യണം. അപ്പൊ നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന അറിവുകള് നമ്മൾ സ്വയം മനസ്സിലാക്കി വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ മാത്രമേ രക്ഷപ്പെടൂ, അല്ലെ? നമ്മൾ മാത്രം രക്ഷപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഭഗവാൻ അതാണോ പറയുന്നത്? എന്റെ നാമം നഗരാതി ഗ്രാമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടും, നാമം ജപിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കേണ്ടത് ആരാണ്? അദ്ദേഹത്തിന്റെ ഗുരുശിഷ്യ സമ്പ്രദായത്തിൽ വന്നിരിക്കുന്ന നമ്മളെ പോലുള്ള ആ കുറച്ച് അറിവ് നമുക്കുണ്ട്. ആ കിട്ടിയിരിക്കുന്ന അറിവ്, ഒരു പദമാണെങ്കിലും ഒരു സെന്റൻസ് ആണെങ്കിലും ആ കിട്ടിയിരിക്കുന്ന അറിവ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണ്ടേ? ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കില്ലേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും. നമ്മൾ മാത്രം പോയതുകൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ മാത്രം കോലോ കൊടുന്നിട്ട് പോയാൽ ഭഗവാൻ അത് സന്തോഷാവോ? ഭഗവാൻ സന്തോഷാവോ? നമ്മൾ മാത്രമേ പോകുള്ളൂ. നമുക്ക് ഈ അറിവ് കിട്ടി, നമ്മൾ ആരോടും ഇത് പറഞ്ഞു കൊടുക്കാതെ ആരോടും പറഞ്ഞു കൊടുക്കാതെ നമ്മൾ മാത്രം ഗോലോകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഭഗവാൻ ഇഷ്ടപ്പെടുവോ? ഇല്ല. എന്ത് ചെയ്യണം? മറ്റവരും ഭഗവാന്റെ അംശങ്ങളാണ്. ശരിയല്ലേ? ഭഗവത്ഗീത പറയുന്നില്ലേ, എന്റെ എല്ലാ ജീവിതങ്ങളും എന്റെ അംശങ്ങളാണ്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഭഗവത്ഗീത ശാസ്ത്രഗ്രന്ഥങ്ങളുള്ളത്. ഇത് പറഞ്ഞു കൊടുക്കാൻ ഭഗവാൻ നേരിട്ട് പറഞ്ഞു കൊടുക്കാമെന്ന് എല്ലാവരും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലെ ഗുരുക്കന്മാരെ അയക്കുന്നത്. അപ്പൊ ഈ ഗുരുക്കന്മാരെ കിട്ടിയിരിക്കുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അറിവ് നമ്മൾ എല്ലാവരിലേക്ക് എത്തിക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രീച്ചിങ് എന്ന് പറയുന്നത്. മനസ്സിലായി? പ്രീച്ചിങ് ഇല്ലാതെ നമ്മൾ ജനങ്ങളിലേക്ക് ഇതെങ്ങനെ എത്തിക്കും? പ്രീച്ചിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ് നമ്മൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ തേടുക, വഴികൾ ആരായുക. മനസ്സിലായില്ലേ? എന്നിട്ട് എന്താണ് ആചാർ വിചാർ പ്രചാർ, 3 കാര്യങ്ങൾ.
ചെയ്യാനാണ് പറയുന്നിരിക്കുന്നത്. ആചാരം, വിചാരം, പ്രചാരം. ആചാരം എന്താണ്? നമ്മൾ ഗുരുക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അല്ലെ? ഇത് പൂജകൾ ചെയ്യുക, ഭഗവാൻ ആരതി ചെയ്യുക, സന്ധ്യാരതി ചെയ്യുക, ഭഗവാനെ നേദിക്കുക. അപ്പൊ ആചാരം, ആചാർ, വിചാരം. എന്താണ് വിചാരം? നമ്മളിത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു വിചാരം നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. മനസ്സിലല്ലേ? അതിന് ഞാന് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നോട്ടീസൊക്കെ അടിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞാൻ പ്രഭുവിനെ റിസീവ് ചെയ്യാനായിട്ട് ഞങ്ങള് ഹോസ്പിറ്റൽ, അമൃത ഹോസ്പിറ്റലിൽ ഞാനൊരു ഉച്ച മുതൽ വൈകുന്നേരം 8 മണി വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത ഒരു നേഴ്സ്, അപ്പൊ ആ നേഴ്സ്, ഞാൻ ഇപ്പൊ അദ്ദേഹത്തിന് ഇത് നോട്ടീസാണ് എന്താന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം മലയാളം അറിയില്ലല്ലോ. അപ്പൊ അദ്ദേഹം ഹരിദാസ് പ്രഭു, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. അപ്പൊ നോട്ടീസിനകത്ത് അദ്ദേഹം ചോദിച്ചു മലയാളം അറിയുന്നത് എന്തൊക്കെ എഴുതിയിരിക്കണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആ സ്ലോഗൻ നമ്പർ കോട്ട് ചെയ്ത് പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അപ്പൊ തന്നെ അദ്ദേഹം ഒരു നോട്ടീസ് വാങ്ങിച്ചു എന്റെ കയ്യിൽ നിന്ന്. അകത്ത് കൊണ്ടുപോയിട്ട് ആ നേഴ്സിന്, അദ്ദേഹത്തെ ശുശ്രൂഷിച്ച നേഴ്സിന് അദ്ദേഹം ഈ നോട്ടീസ് കൊടുക്കണം. ആ ഒരു ജീവാത്മാവ് രക്ഷപ്പെടുകയാണ് അത് വായിച്ച് നാമം ജപിച്ചു തുടങ്ങിയത്. മനസ്സിലായോ? ഞാൻ എവിടെ പോയാലും നോട്ടീസ് ഉണ്ട്. എന്റെ ബാഗിൽ ഇപ്പോഴും ഉണ്ട് നോട്ടീസ്. എവിടെ പോയാലും ഞാൻ കൊടുക്കും. അപ്പോഴാണ് എന്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഒരു സ്ത്രീ, അദ്ദേഹത്തിന്റെ ഹസ്ബൻഡിന് എന്തോ കിഡ്നി പ്രോബ്ലം ആയിട്ട് അവിടെ എന്തോ ട്രീറ്റ്മെന്റിന് വന്നേക്കാണ്. ഞാൻ ചോദിച്ചു, മുഖത്തേക്ക് നോക്കിയിട്ട് ചന്ദനക്കുറി ഒന്നും കാണുന്നില്ല. ഇനി ഞാൻ ഇത് നോട്ടീസ് കൊടുത്താൽ എന്താവും ഒരു പേടിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, പേര് വെച്ചു. പേര് വെച്ചപ്പോ ഏകദേശം എനിക്ക് പിടികിട്ടി ഹിന്ദു ആണെന്ന് മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ ആ ഒരു നോട്ടീസ് എടുത്ത് കൊടുത്തു, വായിച്ചു നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവരതിൽ നിന്ന് വളരെ സൂക്ഷ്മതയോട് വായിക്കുന്നുണ്ട്. മതി. എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന നമ്മൾ കണ്ടെത്തുക സ്വയം. അല്ലാണ്ട് നമ്മുടെ ആരും കൊണ്ടൊന്നും തരുമൊന്നുമില്ല. അത് നിങ്ങൾ പ്രീച്ച് ചെയ്തോന്നും പറഞ്ഞിട്ട് പറയച്ചിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ സ്വയം കണ്ടെത്തുക, പ്രീച്ച് ചെയ്യാനുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഈ നോട്ടീസ് എടുത്ത് അടിച്ച് കുറെ വർഷങ്ങളായി ഞാനിത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, സ്വയം കണ്ടെത്തുക. മനസ്സിലായില്ലേ? ആരും നമ്മളെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ ചെയ്യുമോ എന്ന് പറഞ്ഞ് നിർബന്ധിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞ കാര്യം അനുസരിക്കുക. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ ഗോലോക വൃന്ദാവനത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ 2 കൈയുണ്ട്. 2 കയ്യിൽ ഓരോ ജീവാത്മാവിനെയും പിടിച്ചോണ്ട് പോകാൻ പാടില്ല നിങ്ങൾക്ക്. 2 പേരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കും. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇത് കേൾക്കാനൊക്കെ വന്നിരിക്കുന്നത്. അല്ല, ഇവിടെ ഈ എറണാകുളം ജില്ലയിൽ എത്രയോ ആളുകളുണ്ട്. പക്ഷെ എത്ര പേരുണ്ട് ഇവിടെ നിന്ന് നഷ്ടവിരോഹിണിയാണ്? എത്ര പേര് നമ്മുടെ മുമ്പിലുണ്ട്? വളരെ കുറച്ചല്ലേ ഉള്ളൂ. എന്തുകൊണ്ടാണത്? മറ്റാൾക്ക് ആർക്കും ഇല്ലാത്ത ഭാഗ്യം നമുക്ക് കിട്ടിയത്. നമ്മൾ എന്തോ ചില ഗുരുക്കന്മാരുടെയോ അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരുടെയോ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു മേഴ്സി ഉള്ളതുകൊണ്ടാണ് അല്ലെ? അപ്പൊ നമ്മൾ കേട്ടിരിക്കുന്ന ഈ അവസരം, ഈ നാമം, ഏറ്റവും വലിയ ദാനമാണ് നാമദാനം. അല്ലാണ്ട് അന്നദാനമോ മറ്റു ദാനങ്ങളൊന്നും അല്ല. അന്നദാനത്തിന് എന്താ സംഭവിക്കുന്നത്? അന്നദാനം എന്ന് പറഞ്ഞാൽ ആ ഒരു നേരത്തേക്ക് മാത്രം അവന്റെ വയറ് നിറപ്പിച്ചു കഴിഞ്ഞാൽ അവന് ആ ഒരു നേരത്തേക്ക് മാത്രമേ ഉള്ളൂ സംതൃപ്തി. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ദാനം, നാമദാനം, നാമമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ ജീവാത്മാവ് എത്ര ജന്മങ്ങൾ എടുത്താലും അദ്ദേഹത്തിന് പിന്നെ അവിടെ നിന്ന് തുടങ്ങിയാൽ മതി. ഇപ്പൊ അദ്ദേഹം 10 വരെ എണ്ണി, 100 വരെ എണ്ണണം. പക്ഷെ 10 വരെ എണ്ണി നിർത്തിപ്പോയി, അദ്ദേഹം മരിച്ചുപോയി. പിന്നെ അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിന് 11 തുടങ്ങിയാൽ മതി. അപ്പൊ നമ്മൾ നാമജപിക്കാൻ പറഞ്ഞു കൊടുത്താൽ നാമജപം എത്ര വർഷം കഴിഞ്ഞാലും അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ ഉണ്ടാവും. ഭഗവാന്റെ കണക്കിലുണ്ടാവും, അത് ചിത്രകൂടത്തിന്റെ കണക്കിലുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് അടുത്ത ജന്മം ഇതുപോലെ വല്ല ബ്രാഹ്മണ കുടുംബത്തിലോ അല്ലെങ്കിൽ നല്ല ഭക്തന്മാരുടെ കുടുംബത്തിലോ ഒക്കെ ജനിക്കാനുള്ള അവസരം ഭഗവാൻ തരും. പിന്നെ അവിടെ നിന്ന് നമുക്ക് തുടർന്ന് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും അല്ലെ? ഓക്കെ. അപ്പോ എല്ലാവരും ആ നാമദാനത്തിന് മഹാത്മ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ വീട്ടിലെ അടുത്ത് അയൽവാസി, ആ അയൽവാസി നിങ്ങളുടെ വീടിന്റെ അടുത്ത് വന്ന് താമസിക്കുകയാണ് അല്ലെ? പക്ഷെ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഈ നാമത്തെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാണ്ട് മരിച്ചാൽ അതിന്റെ ഉത്തരവാദി ആരാ? നമ്മുടെ വീട്ടിലൊരു 3 ഫാമിലി ഉണ്ട്, 3 അയൽവക്കത്ത്. ആ അയൽവക്കത്തുള്ള ഫാമിലി 3 പേർക്ക് നാമം എന്താ അറിയാൻ പാടില്ല, നാമം ജപിക്കാറില്ല. ആരെ ജപിക്കണം, ഹരേകൃഷ്ണ മന്ത്രം അറിയാൻ പാടില്ല എങ്കിൽ ആരുടെ കുറ്റം അത്? നമ്മുടെ ഓരോരുത്തരുടെയും കുറ്റമാണെന്നുള്ള സ്വയം നമ്മൾ മനസ്സിലാക്കി തിരിച്ചറിയുക. നമ്മളെ വീട്ടില് ഒരു സത്സംഗം, ആഴ്ചയിൽ ഒരിക്കൽ ഒരു സത്സംഗം വിളിക്കുക. നമുക്കിപ്പോ ഇവിടെ ഒരു 100 കോൺഗ്രിഗേഷൻ ആൾക്കാരുണ്ടെങ്കിൽ 100 പേരും ഇനിഷ്യേറ്റഡ് ഒന്നും ആയിരിക്കില്ല. പക്ഷെ നിങ്ങൾ സീനിയർ ആയ ആൾക്കാർ, 10 വർഷം 15 വർഷമൊക്കെ ആൾക്കാർ എന്ത് ചെയ്യണം? നിങ്ങൾ അടുത്തുള്ള വീട്ടുകാരെ വിളിച്ച് ആഴ്ചയിൽ ഒരിക്കൽ മതി, 1 മണിക്കൂർ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ഈ പറയുന്ന നാമജപത്തിന്റെ മഹാത്മ്യവും ഭഗവാന്റെ നാമജപിക്കുന്നതിന്റെ ഗുണങ്ങളും ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ ഏത് രീതിയാണ് നോക്കുന്നത്? ഭഗവാൻ ഇഷ്ടമാണോ? ഭഗവാൻ നമ്മൾ ഒറ്റയ്ക്ക് ലോകത്ത് പോയാല് ഭഗവാൻ പറഞ്ഞ എല്ലാരും
എല്ലാവർക്കും ഭഗവാൻ ഈ നാമം കൊടുക്കാനാണ് ഇതുവരെ ചൈതന്യ മഹാപ്രഭുവിന് കിട്ടിയിരിക്കുന്നത് നമ്മുടെ വാതുവഴികളെ പരമ്പരയിൽ അല്ലേ. അപ്പൊ നമ്മള് കിട്ടിയിരിക്കുന്ന ആ അറിവ് നമ്മൾ പകർന്നു കൊടുക്കണം അല്ലേ, കൊടുക്കട്ടെ? അത് നമ്മൾ മാത്രം പോയാൽ മതിയോ? നമ്മൾ തന്നെ പോകുമെന്ന് അറിയില്ല അല്ലേ, അതാണ് നമ്മൾ ആരും പറഞ്ഞു കൊടുക്കാത്തത് അല്ലെ. നമ്മൾ പോകുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ്, നമ്മൾ ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലെ. അപ്പൊ നമ്മള് ഇതെല്ലാം മറന്നുകൊണ്ട്, മറ്റെല്ലാം മറന്നുകൊണ്ട് നമ്മുടെ അടുത്തുള്ള വീട്ടുകാർക്ക് നമ്മൾ ഈ നാമം പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്കാണത്. ആ മിസ്റ്റേക്ക് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മളിത് ചെയ്യുക. ഓക്കെ, ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞു തന്നതില് എന്തെങ്കിലും തെറ്റുകള് കുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മളെ നാമജപത്തിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ ശാസ്ത്ര ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളും, പിന്നെ നമ്മൾ എന്ത് ചെയ്താലും ഭാവഗ്രാഹി 100% ആ ഭാവത്തോടു കൂടി ഭഗവാനെ സമീപിക്കുക. ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് മുന്നോട്ട് നീങ്ങി നിങ്ങളുടെ ആധ്യാത്മിക പുരോഗതി വളരെ ഉന്നതിയിലെത്തുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സീനിയറായിട്ടുള്ള ഗോപാൽപൂർ ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം അദ്ദേഹത്തോട് ചോദിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവും അവരുടെ. അപ്പൊ നമ്മുടെ ബാറ്ററി 5% ഉള്ളൂ, 15% അവർ നിൽക്കുന്നത്. നമ്മള് 15ലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ കൺവിൻസിങ് പവർ കൂട്ടണം. 10% വോട്ടിൽ നിൽക്കുന്ന ആളോട് 5% നമ്മളായിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മനസ്സിലാവാത്തത്. നമ്മള് ഈ പവർ കൂട്ടണം. നമ്മളെ പവർ കൂട്ടണമെങ്കിൽ നമ്മള് നിത്യമുള്ള ആരാധനകൾ ചെയ്യുക, നാമം ജപിക്കുക, വളരെ കറക്റ്റായിട്ട് നാമം ജപിക്കുക. അപ്പൊ എന്തായി, നമ്മുടെ പവർ അവനേക്കാൾ കൂടുതൽ നിൽക്കണം. അവനേക്കാൾ കൂടുതൽ നിൽക്കുമ്പോഴേ നമ്മൾ പറഞ്ഞാൽ അവൻ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അടിച്ചു പോകും, നമ്മുടെ വീഴ്ച പോകും. ശരിയല്ലേ? അപ്പൊ നമ്മളുടെ നമ്മൾ പവർ നമ്മൾ കൂട്ടുക. ഒരു ചെറിയൊരു കാരണം പറഞ്ഞ് ഞാൻ നിർത്താം. ഒരു ചെറിയൊരു കഥ കൂടി ഞാൻ പറഞ്ഞുതരാം. 2 മരം വെട്ടുകാരാണ്. 2 മരം വെട്ടുകാർ ഒരേപോലെ ഒരേ സ്ഥലത്ത് വരുന്ന 2 മരം വെട്ടുകാര്. പക്ഷെ 2 പേര് തുടങ്ങുന്നത് ഒരേ സമയത്ത്, 2 പേര് അവസാനിപ്പിക്കുന്നത് ഒരേ സമയത്ത്. പക്ഷെ അതിൽ ഒരാള് മറ്റേ ആളെക്കാളും ഒരു 10 കൂടുതൽ വെട്ടും മരം. ഇത് സോമില്ലുകാരന്റെ അറക്കമില്ലുകാരൻ്റെയാണ്. അപ്പോ ഇയാൾ എന്ത് നോക്കിയിട്ട് എല്ലാ ദിവസവും ഇയാൾ എന്നേക്കാൾ കൂടുതൽ മരം വെട്ടുന്നുണ്ട്. അന്ന് അദ്ദേഹം കുറെ നേരം റെസ്റ്റ് എടുക്കുന്നുണ്ട്, ഞാൻ റെസ്റ്റ് പോലും എടുക്കുന്നില്ല. എന്നിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ അത്ര മരം വെട്ടാമോ? എല്ലാ ദിവസവും ഇയാൾക്ക് മാനേജർ ചീത്തവിളി കേൾക്കുന്നത്. അയാളുണ്ടല്ലേ, അയാൾ ഇത്ര മരം വെട്ടി, നീ ഇത്ര മരം വെട്ടിയിട്ടുള്ളത്, നിങ്ങൾ 2 പേരും ഒരേ സമയത്ത് വരുന്നു, ഒരേ സമയത്ത് നിർത്തുന്നു, ഒരേ സമയത്ത് ലജ്ജ പ്രകടിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് നീ കുറയുന്നതിന്റെ നിന്റെ ഔട്ട്പുട്ട് കുറവാണല്ലോ? എന്തുകൊണ്ടാണ്? അപ്പോ ഈ ആള് നല്ല മനുഷ്യനായതുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അയാൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അയാൾ റെസ്റ്റ് എടുക്കും, മറ്റേനേക്കാൾ കൂടുതൽ റെസ്റ്റ് എടുക്കും. ഇയാൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇയാളുടെ അറക്ക വാളിന് ഇയാൾ മൂർച്ച കൂട്ടും. മനസ്സിലായില്ലേ? അയാളുടെ റെസ്റ്റ് ടൈമിന് ഇയാൾ മൂർച്ച കൂട്ടും. അയാൾ ആവശ്യത്തിന് വെള്ളം കുടിക്കും, അയാളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി വെള്ളം കുടിക്കും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. കുറച്ചു നേരം കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അയാളുടെ ആരോഗ്യം ഫിറ്റായി. പക്ഷെ മറ്റവൻ അങ്ങനെയല്ല, അരിവാളും മൂർച്ചയും കൂട്ടില്ല, അവൻ വെള്ളം കുടിക്കില്ല, കുറെ കാര്യം കിടന്ന് ഉറങ്ങുകയും ചെയ്യും. പിന്നെ എങ്ങനെ ഔട്ട്പുട്ട് ഉണ്ടാവും? ശരിയല്ലേ? അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മൾ ഇതുപോലെ തന്നെയാണ്. നമ്മുടെ അരിവാളും നമ്മുടെ മൂർച്ചകൂട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യസാധന, നമ്മുടെ നാമജപം 16 മാല നാമം ജപിക്കണം. ഈ നാമം ജപിച്ചിട്ട് നമ്മൾ രാവിലെ ഇത്ര മണിക്കൂറിൽ ഞാൻ നാമം ജപിച്ച് തീർക്കുമെന്നുള്ളൊരു ദൃഢവിശ്വാസം നമ്മൾ എടുക്കണം. അല്ലാതെ രാത്രി 12 മണി വരെ ഇരുന്നിട്ട് 12 മണിക്ക് ഉറക്കം തൂങ്ങി 16ാമത്തെ മാല ഉറക്കം തൂങ്ങി ജപിച്ച് വീഴല്ല. നമ്മൾ മനസ്സിലൊരു ദൃഢവിശ്വാസം എടുക്കണം. ഞാൻ എല്ലാ ദിവസവും ഇത്ര മണിക്കുള്ളിൽ ഞാൻ നാമം ജപിച്ച് തീർക്കും, എന്നിട്ടേ ഞാൻ ജലപാനം കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കൂ. നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തതാണ് നമ്മുടെ വോൾട്ടേജ് കുറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ 5 വോൾട്ടുള്ള 10 വോൾട്ടുള്ള ഒരാളോട് പോയി പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അദ്ദേഹം നമ്മളെ അടിച്ച് താഴെയിടും, നമ്മളെ വീസ് പോകും അല്ലേ? അങ്ങനെ ആവരുത്. നമ്മൾ ഈ അരിവാള് മൂർച്ച കൂട്ടുന്ന പോലെ നമ്മുടെ ആയുധത്തിന് ഷാർപ്പ്നെസ് വരുത്തിക്കൊണ്ടിരിക്കണം. എങ്ങനെ ഷാർപ്പ്നെസ് വരുത്തുന്നത്? നമ്മുടെ നിത്യ പൂജകള്, ആരാധനാ കാര്യങ്ങള്, നാമജപങ്ങള്, ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കല്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ നമ്മളുടെ പവർ കൂടുതലായിരിക്കും അല്ലെ? അപ്പൊ മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും എന്റെ വശത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും എന്റെ വശത്ത് തെറ്റ് ഞാൻ പറഞ്ഞത് തിരുത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആധ്യാത്മിക പുരോഗതി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചെറിയ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
അതിന്റെ സംശയം തീർക്കാനുള്ള ക്വാളിറ്റിയും അല്ല പാണ്ഡിത്യമൊന്നും ഇല്ല. പവർ പോയിന്റ് ബലത്തിലാണ് ഞാൻ പറയുന്നത് ഇവിടെ. ഭഗവാനെ ഇപ്പോഴെയൊക്കെ അഭിഷേകിച്ച് സംസാരിക്കും. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സംസാരിക്കണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, മാതാജിയുടെ ഡിസിഷൻ വിധി അനുസരിച്ച് കറക്റ്റ് ആണ്. ശാസ്ത്രവിധി അനുസരിച്ച് കറക്റ്റാണ്. കാരണം ഭഗവത്ഗീതയിൽ 18-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, എന്നെ വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് എന്നെ പറ്റി പറഞ്ഞു കൊടുക്കരുത്. നമ്മൾ ആദ്യം ഒരു ഹിന്റ് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുക. ജസ്റ്റ് ഒരു വാക്കോ 2 വാക്കോ അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആയിക്കോട്ടെ, പറഞ്ഞു കൊടുക്കുക. അവന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയുണ്ടെന്ന്, അവന്റെ റെസ്പോൺസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കുക. തിരിച്ച് അവന്റെ റെസ്പോൺസ്, യാതൊരു തരത്തിലുള്ള റെസ്പോൺസ് അവനില്ല. വെറുതെ നമ്മൾ പറഞ്ഞ കാര്യം വെറുതെ അഗ്ലിയായിട്ട് അവൻ തള്ളിക്കളയാണെങ്കിൽ അവനെ വിട്ടേക്ക്. നമ്മൾ അവന്റെ പരിസരത്തേക്ക് പോകണം. അവന്റെ കാര്യം ഭഗവാൻ നോക്കിക്കോളും. ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയുള്ളവനെ അസുര ജോലികളിൽ പിന്നെ ജനിപ്പിക്കുമെന്ന് പറയുന്നില്ലേ? ശാസ്ത്രഗ്രന്ഥത്തിൽ പറയുന്നില്ലേ? മാതാജി ചെയ്ത കാര്യം കറക്റ്റാണ്. നിങ്ങളുടെ ഡിസിഷൻ കറക്റ്റ്, മാതാജിയുടെ കറക്റ്റ് ഡിസിഷൻ ആണ്. അവന്റെ അടുത്തേക്ക് നമ്മൾ പോകണ്ട. നമ്മൾ ആദ്യം ഹിന്റ് ഇട്ട് കൊടുക്കണം. അവന് എന്തെങ്കിലും ഭഗവാന്റെ കാര്യം പറഞ്ഞു കൊടുക്കും, ജസ്റ്റ് ഒന്ന് ശ്രമിക്കുക. അപ്പൊ അവന്റെ റെസ്പോൺസ് എങ്ങനെയാന്ന് നോക്കുക. റെസ്പോൺസ് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം കുറച്ച്, അധികം ഒരുപാടൊന്നും പറഞ്ഞു കൊടുക്കുക. ജസ്റ്റ് 1-2 വാചകങ്ങൾ പറഞ്ഞ് അവസാനിക്കും. പിന്നെ കുറേശ്ശെ പറ്റുള്ളൂ. ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അല്ല എല്ലാം കൂടെ ഒരു ദിവസം ഭഗവത്ഗീത പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ നമ്മള് ഡോസ് കൊടുത്തു വെക്കുക. നമ്മൾ ഈ ടെസ്റ്റ് ഡോസ് അടിക്കില്ലേ, നമ്മൾ ഈ ആന്റിബയോട്ടിക് ചിലപ്പോ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു കുത്തി വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് മാർക്ക് ചെയ്ത് ഇതിനത് വല്ല എന്താണ് പറയുന്നത്, റിയാക്ഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഡോക്ടർമാർ ചെയ്യുന്നത്. അതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക അവനെ. ആ പരിശോധനയിൽ അവൻ വിജയിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആ ജീവാത്മാക്കൾക്ക് രക്ഷപ്പെടുത്തി എടുക്കാനുള്ള അവസരം, ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, ഇത് അങ്ങനെയുള്ളവനെ പറഞ്ഞു കൊടുക്കരുത്, എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ചൈതന്യ മഹാപ്രഭു അതല്ല പറയുന്നത്, എല്ലാവർക്കും കൊടുക്കാനാ പറയുന്നത്, അല്ലെ? അപ്പൊ എങ്ങനെയെങ്കിലും അവനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ പവർ കൂട്ടണം. മനസ്സിലാക്കണമെന്ന് വിചാരിക്കണം. ഹരേ കൃഷ്ണ. Thank you, Marco. Thank you. And പതിനാമത്തെ ജ്ഞാനമണ്ഡലം takes longer, like പല സൈക്കിൾസും വേണം. ഈ അറിവ് കിട്ടാനുള്ള ഒരു ഇതും നമുക്ക് വേണം, എന്നാലേ കിട്ടുള്ളൂ. അതിൽ നമ്മൾ മുൻജന്മ ഇത് പറയുന്നുണ്ടല്ലോ, പഴയ ജന്മത്തിലുള്ള കിട്ടിയത് ആ വാസന കിടക്കും. മുസ്ലിംസ് ആണെങ്കിലും വന്നാൽ പറയാറില്ല ഭഗവത്ഗീതയെ കുറിച്ചിട്ട്. ബട്ട് ട്രെയിനിങ് വന്ന ഒരു മുസ്ലിം പയ്യനാണ്. ബട്ട് അവര് ഹിന്ദു ഇതിനെ കുറിച്ച് വളരെ അറിയാനുള്ള ജ്ഞാനം എല്ലാം ചോദിച്ചു മനസ്സിലാക്കി. അപ്പൊ ഞാൻ ഇസ്കോണിനെ കുറിച്ചിട്ടും ഹരേ കൃഷ്ണ മഹാഭാരതത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ അവന് പിന്നെ ആഗ്രഹം. പിന്നെ ഭഗവത്ഗീത ഇവിടെ സെന്ററിൽ നിന്ന് ഞാൻ മേടിച്ചു കൊടുത്തു. ആദ്യമായിട്ടാണ് ഞാൻ മുസ്ലിം ഒരു പയ്യന് ഭഗവത്ഗീത. അപ്പൊ അത്രയും ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള ഞാൻ പറഞ്ഞു. വീട്ടിലൊരു പ്രശ്നമൊന്നും ഉണ്ടാകില്ലല്ലോ. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായില്ല സാറേ, ടെൻഷനൊന്നും കുഴപ്പമില്ലാന്നുള്ളത്. ഏറ്റവും ബെസ്റ്റ് ഇത് ഈ വായിക്കുക, മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭഗവത്ഗീത തന്നെ വായിക്കണം. അതും ശിലാ പ്രഭുപാദയുടെ വായിക്കും എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. സോ നമ്മളുടെ പലരും അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ഏത് കമ്മ്യൂണിറ്റി ആയാലും ഏത് റിലീജിയൻ ആയാലും അവർക്ക് ഒരു ഭാഗ്യം ഉണ്ടാകണം. എന്നാലേ അത് എടുക്കാനുള്ള ഒരു ഇതുണ്ടാവും. താങ്ക് യു. പ്രഭു ആ ഒരു ഭഗവത്ഗീത കൊടുക്കാൻ പറ്റിയുള്ള വേറൊരു സമുദായത്തിലുള്ള അത് ഭയങ്കര വലിയ കാര്യം പ്രഭു. എന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും കാലത്ത് അവൻ വായിക്കും. അവൻ വായിച്ചില്ലെങ്കിൽ അവന്റെ ആരെങ്കിലും വായിക്കും. കാരണം വെച്ചാൽ അവൻ ആ ഭഗവത്ഗീത വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടാവും. എല്ലായിടത്തും കളയൊന്നുമില്ലായിരിക്കും. ഹരേ കൃഷ്ണ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. സംശയം ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടി നല്ല ക്ലാസ് എടുത്ത പ്രസിഡന്റ് പ്രസിഡന്റ് വേണ്ടിയിട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ. ഇന്നത്തെ ഫുഡ് ഫോർ ലൈഫ് പ്രോഗ്രാം നമ്മുടെ ഇസ്കോൺ കൊച്ചി എല്ലാ വീക്കും ജനറൽ ഹോസ്പിറ്റൽ ക്യാൻസർ വാർഡ് പേഷ്യൻസിന് ബൈസ്റ്റാൻഡേഴ്സിന് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം.
അതിന്റെ സ്പോൺസർ